നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. പ്രിയമുള്ളവരെ, സ്വർഗത്തിൻ്റെ സൈനാധിപ ഈ ശുശ്രൂഷയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവിന് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പ്രത്യേകം ആത്മാവിൻ്റെ വലിയ അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവും, പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ ഭീതിയിൽ, അസ്വസ്ഥതകളിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് ദാഹിക്കാം. സ്വർഗത്തിൻ്റെ സൈനാധിപയായ പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മുടെ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ, എല്ലാ കൃപകളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ, എല്ലാ കുഞ്ഞുമക്കളിലും, യുവതി യുവാക്കളിലും, എല്ലാ കുടുംബങ്ങളിലും വന്ന് നിറയാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന വചനം ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഗബ്രിയേൽ മാലാഖ അരുളി ചെയ്ത വാക്കുകളാണിത്. അമ്മ വളരെയേറെ അസ്വസ്ഥപ്പെട്ട് ഭീതിയോടെ നിൽക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞ വാക്കുകളാണ്: മറിയമേ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ഭീതിയിൽ, അസ്വസ്ഥതകളിൽ, പ്രത്യേകിച്ച് രോഗത്തിൻ്റെ വലിയ ഭീതികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാത്മാവ് നൽകുന്ന വചനം ഇതാണ്: പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, കടഭാരങ്ങൾ, പ്രത്യേകിച്ച് ഈ മഹാമാരിയിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് ഇന്ന് നമ്മളോട് പറയാനുള്ള വചനം ഇതാണ്: മകനെ, മകളെ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ആത്മശക്തിക്ക് വേണ്ടി നമുക്ക് ദാഹിക്കാം. പ്രത്യേകിച്ച് ഈ സ്തുതി ആരാധനയിൽ ആത്മാവിൻ്റെ വലിയ ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ, യുവജനങ്ങളിലെല്ലാം നിറയാൻ ആഗ്രഹിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച്, കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആത്മശക്തിക്ക് വേണ്ടി നമുക്ക് ദാഹിക്കാം. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ആത്മാവ്, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ അതേ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ വന്ന് നിറയട്ടെ. എല്ലാവരും ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ സ്വർഗത്തിന്റെ സൈനാധിപയായ പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ എല്ലാ കൃപകളും നമ്മുടെ എല്ലാ ജീവിതങ്ങളിൽ നിറയാൻ വേണ്ടി ആഗ്രഹിക്കാം. പ്രിയമുള്ളവരെ, ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് തൻ്റെ ആത്മാവിനെ ഇപ്പോൾ പിതാവ് വർഷിക്കുന്ന സമയം എല്ലാം മറന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, കടന്നു വരണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്കും അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകം ഇപ്പോൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. സ്വർഗം തുറക്കണമേ, അഭിഷേകം വർഷിക്കണമേ, കൃപകൾ വർഷിക്കണമേ. സ്വർഗത്തിന്റെ സൈനാധിപയായ പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു. ഓ അമ്മേ, അമ്മ സ്വീകരിച്ച ആത്മാവിനെ ഇപ്പോൾ അമ്മയുടെ മക്കളായ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവേ, ശക്തി ധരിക്കട്ടെ, കൃപ സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ. ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. എല്ലാ കൃപകളും നമ്മൾ നിറയട്ടെ. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പാടാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്റെ മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു
ഉറച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ട് ദാഹത്തോടെ പാടാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്റെ മേൽ വിജയം നേടാൻ ആത്മശക്തി ധരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പാടാം. വരദാനത്തിൻ അഭിഷേകം കൊണ്ട് ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ഒരു പ്രാവശ്യം 2 കരങ്ങളും ഉയർത്തി ആയിരിക്കുന്നിടത്ത് ഉച്ചത്തിൽ ആത്മാവിനെ വിളിച്ച് സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ, Come Holy Spirit. ആത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും ഇപ്പോൾ കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. ഏലിയായിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, ഏലീശായിൽ ഇരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ഏലിയായിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, ഏലീശായിൽ ഇരട്ടിയേകിയ ഒരിക്കൽ കൂടെ പാടാം. ഏലിയായിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, ഏലീശായിൽ ഇരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ദാനിയേലിന് ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, ദാനിയേലിന് ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയോ പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ട് ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ എല്ലാവരും ചേർന്ന് പാടി ആരാധിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. Come Holy Spirit, 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 come power, come Holy Spirit, 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 come ആത്മശക്തിക്ക് വേണ്ടി പാടി പാടി. Come Holy Spirit, 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 come Holy Spirit. എല്ലാ യുവജനങ്ങളിലേക്കും come Holy Spirit, come Holy Spirit, come Holy Spirit. എല്ലാ കുഞ്ഞുങ്ങളിലേക്കും come Holy Spirit, come Holy Spirit, come Holy Spirit. എല്ലാ കുടുംബങ്ങളിലേക്കും come Holy Spirit, come Holy Spirit, come Holy Spirit. എല്ലാ സഭാ സമൂഹങ്ങളിലേക്കും come Holy Spirit, come Holy Spirit, come Holy Spirit. എല്ലാ ദൈവജനത്തിലേക്കും come Holy Spirit, come Holy Spirit, come Holy Spirit. Hallelujah, 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 hallelujah. We worship Lord. Hallelujah, 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 hallelujah. രണ്ട് കരങ്ങളും ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ,
ഇതാ സ്വർഗം തുറക്കുന്നു. അനേകരുടെ മേൽ ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നു. Come Holy Spirit, come with anointing. പരിശുദ്ധാത്മാവേ വരിക, സ്വർഗം തുറക്കണമേ, കൃപകൾ വർഷിക്കണമേ, ആത്മശക്തി ധരിക്കട്ടെ. We worship Lord, we adore you Jesus. Come Holy Spirit, come with anointing. ഇതാ തകർന്ന് ഭാരപ്പെട്ടിരിക്കുന്ന അനേക മക്കളെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തട്ടെ. പല വിധത്തിലും കടഭാരത്തില് അസ്വസ്ഥകളിലായിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ആത്മശക്തി ധരിക്കട്ടെ. അമ്മയിൽ നിറഞ്ഞ ശക്തി, സ്വർഗത്തിന്റെ സൈന്യാധിപയിൽ നിറഞ്ഞ ശക്തി എല്ലാ മക്കളിലും ഇപ്പോൾ വ്യാപരിക്കട്ടെ. ആത്മാവേ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ come Holy Spirit, come Holy Spirit, come Holy Spirit, come. ദാഹത്തോടെ പാടാം. Come Holy Spirit, come Holy Spirit, come Holy Spirit, come. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. ഈശോയുടെ വചനം പറയുന്നു, ശാന്തരാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ ഭാരങ്ങളും, നമ്മുടെ എല്ലാ കുറവുകളും, നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും വ്യക്തമായി നമ്മെ നന്നായിട്ടറിയുന്ന ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് തുറന്നു വയ്ക്കാം. പ്രത്യേകിച്ച് സ്വർഗത്തിൻ്റെ സൈന്യാധിപയായ അമ്മയോടൊപ്പം ചേർന്ന് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന എല്ലാ കൃപകളും, എല്ലാ ദാനങ്ങളും, എല്ലാ വരങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം. പ്രത്യേകിച്ച് ഇന്ന് നമ്മളോട് വചനം പങ്കുവയ്ക്കുന്ന അഭിവന്ദ്യ പിതാവിനെ നമുക്ക് സമർപ്പിക്കാം. ദൈവാത്മാവിൻ്റെ സ്വരം പിതാവിൻ്റെ അധരത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ശ്രവിക്കുവാൻ പരിശുദ്ധാത്മാവ് പിതാവിനെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മെ അറിയുന്ന ഈശോയുടെ മുമ്പിലേക്ക് കാഴ്ചവെച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഉയരുന്നു പരിമളധൂപം പോ മറിയത്തിൽ നിന്നും, പ്രാർത്ഥന ഉയരുന്നു. ചേർന്ന് പാടാം. പ്രാർത്ഥന ഉയരുന്നു പരിമളധൂപം പോ മറിയത്തിൽ നിന്നും, പ്രാർത്ഥന ഉയരുന്നു മറിയത്തിൽ നിന്നും, പ്രാർത്ഥന ഉയരുന്നു. പരിശുദ്ധ അമ്മേ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലും ആത്മാവിൻ്റെ വലിയ അനുഗ്രഹം, കൃപകൾ ഞങ്ങൾ ഓരോരുത്തരും ദർശിക്കുന്നതിന് വേണ്ടി അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ഉച്ചസ്വരത്തിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൻ്റെ സൈന്യാധിപ ഈ ശുശ്രൂഷയുടെ 8ാം ദിനമായ ഇന്ന് വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് KCBC മീഡിയ കമ്മീഷൻ ചെയർമാനും തലശ്ശേരി അതിരൂപത സഹായമെത്രാനുമായ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. നമുക്കറിയാം, ഷെക്കേനെ വളരെയധികം സ്നേഹിക്കുകയും കരുതുകയും ഷെക്കേനയുടെ വളർച്ചയ്ക്ക് വേണ്ട വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പിതാവാണ് പാംബ്ലാനി പിതാവ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. പിതാവിനെ നമുക്ക് ശ്രവിക്കാം. സ്വർഗത്തിൻ്റെ സൈന്യാധിപ എന്ന വിശ്വാസ പരമ്പരയിൽ പരിശുദ്ധ കന്യകാമാതാവിനെ ധ്യാനിച്ചുകൊണ്ട് നാം ഒരു വിശ്വാസ തീർത്ഥയാത്രയിലാണ്. ഈ തീർത്ഥയാത്രയുടെ 9ാം ദിവസത്തിലാണ് നാം ആയിരിക്കുക. ഈ ദിവസത്തിൽ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുക പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് ഏറ്റവും ആർദ്രമായി സംസാരിക്കുന്ന ലൂക്കാ സുവിശേഷകൻ്റെ
വചനങ്ങളെ ആധാരമാക്കിയാണ്. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് 2 സുവിശേഷങ്ങളാണ് കൂടുതൽ വ്യക്തതയോടെ സംസാരിച്ചിട്ടുള്ളത്. ഒന്ന്, അമ്മയെക്കുറിച്ച് ഏറ്റവും ആർദ്രമായി ഹൃദയസ്പർശിയായി സംസാരിക്കുന്ന ലൂക്കാ സുവിശേഷകനാണ് എങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ സംസാരിക്കുന്ന സുവിശേഷകൻ വിശുദ്ധ യോഹന്നാനാണ് എന്ന് നമുക്കറിയാം. ഇതിൽ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 45, 46, 47, 48 വചനങ്ങളാണ് ഞാൻ നിങ്ങളോട് ഈ മണിക്കൂറിൽ സ്വർഗത്തിൻ്റെ സൈന്യാധിപ എന്നുള്ള ഈ ഒരു പരമ്പരയിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. 45-ാം വചനം നിങ്ങൾക്കറിയാം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. തന്നെ സന്ദർശിച്ച പരിശുദ്ധ കന്യകാമറിയത്തോട് അമ്മയുടെ ഇളയമ്മയായ എലിസബത്ത് പറയുന്ന വാക്കുകളാണ്. വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ അഭിദാനം വാസ്തവത്തിൽ അതാണ്. ആ അമ്മ വിശ്വസിച്ചവളാണ്. ആ വിശ്വാസം തന്നെയാണ് അവളുടെ ഭാഗ്യം എന്ന് നാം തിരിച്ചറിയുക. പരിശുദ്ധ കന്യകാമറിയത്തിൽ നമ്മൾ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കന്യകാമറിയം ഒരു മാതൃകയാണ്. അവൾ വിശ്വാസത്തിൻ്റെ മാതാവാണ് എന്ന സത്യമാണ് നമ്മൾ ഏറ്റുപറയുക. പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത് വിശ്വാസം എന്ന കൃപയാണ്. ഗോർബച്ചേവിൻ്റെ ജീവചരിത്രത്തിൽ അദ്ദേഹം തൻ്റെ ബാല്യകാല അനുഭവങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ ഭക്തയായ ഒരു ക്രൈസ്തവ വിശ്വാസിയാണ്. അപ്പന് വിശ്വാസമൊന്നുമില്ല. അപ്പൻ പാർട്ടി സമ്മേളനങ്ങൾക്കൊക്കെ പോകുന്ന ഒരു കഥാനായകനാണ്. ഈ അമ്മ 9-ാം വയസ്സിൽ കൊച്ചു ഗോർബിയെ കൊണ്ടുപോയി റഷ്യൻ ഓർത്തഡോക്സ് പള്ളിയിൽ വളരെ രഹസ്യമായി മാമോദീസ മുക്കി. തിരിച്ചു പോരും വഴി അമ്മ കുഞ്ഞിനോട് പറഞ്ഞു, ഇതാരോടും മിണ്ടരുത്, നിന്റെ അപ്പനോട് പോലും പറയരുത്. ഉടനെ ഈ കുഞ്ഞ് തിരിച്ചു ചോദിച്ചു, എന്തിനാണ് അമ്മേ എൻ്റെ തലയിൽ കുറേ വെള്ളം കോരി ഒഴിച്ചേച്ചിട്ട് ഇതാരോടും മിണ്ടാത്ത രഹസ്യമായി കൊണ്ടു നടക്കുന്നത് എന്തിനാണ്? ഉടനെ ഈ അമ്മ മറുപടി പറഞ്ഞു, മകനെ, നിന്റെ ഉള്ളിൽ ഈ മാമോദീസായിലൂടെ കടന്നു വന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നിനക്കിപ്പോഴൊരു വ്യത്യാസവും തോന്നണമെന്നില്ല. പക്ഷേ ആ പരിശുദ്ധാരൂപി നിന്റെ ഉള്ളിൽ വസിക്കും. ആ വിശ്വാസത്തിൻ്റെ കനലുകൾ അവിടെ കിടക്കും. ഉചിതമായ സമയത്ത് ആ വിശ്വാസം ഫലം പുറപ്പെടുവിക്കുമെന്ന് ആ അമ്മ മകനോട് പറഞ്ഞു. ഗോർബച്ചേവ് തുടർന്ന് എഴുതുകയാണ്, 1989 ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കായും പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളുടെ അടിത്തറ ഇളക്കിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ചക്രവാളങ്ങളിലേക്ക് സോവിയറ്റ് യൂണിയനെ തുറന്നു വിടുമ്പോൾ അമ്മയാ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി എന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ ഉള്ളിൽ സമാനമായ വിശ്വാസത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കാൻ ആഗ്രഹിക്കുന്ന അമ്മയാണ്. കാരണം അവൾ വിശ്വാസത്തിൻ്റെ മാതാവാണ്. വിശ്വാസത്തിൻ്റെ ദീപം നമ്മുടെ ജീവിതത്തിൽ തെളിച്ചു വയ്ക്കുക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ നമ്മളിൽ നടത്താൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ രൂപാന്തരീകരണം എന്ന സത്യം ഓർക്കുക. കണ്ണൂരുകാരായ ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാകാരനാണ് ടി പത്മനാഭൻ സാർ. അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശമുള്ള ഒരു കഥയാണ് പള്ളിക്കുന്ന്. കണ്ണൂർ അദ്ദേഹം താമസിക്കുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിരിക്കുന്ന പ്രദേശത്തിൻ്റെ പേരാണ് പള്ളിക്കുന്ന്. ഈ പള്ളിക്കുന്ന് എന്ന പേരിൽ അദ്ദേഹം എഴുതിയ കഥ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയുടെ ഭാഗമാണ്. അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമൊക്കെയായി നടക്കുമ്പോൾ രാവ് ഒത്തിരി വൈകിയേ വീട്ടിലെത്തൂ. ചെറുപ്പക്കാരായവർ ടോർച്ച് എന്തെങ്കിലും വെളിച്ചം കൊണ്ടുപോകണമെന്നൊന്നും പറഞ്ഞ് അവർ മനസ്സിലാക്കാൻ തക്ക ബോധമോ വിവേകമോ ആ പ്രായത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. ഇരുട്ടത്ത് നടക്കും. അപ്പോൾ ഈ അമ്മ എന്നും ആശങ്കപ്പെടും, എൻ്റെ മകനെ, എനിക്ക് നീയേ ഉള്ളൂ, നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ ഒരു സർപ്പക്കാവ് കഴിഞ്ഞാണ് നീ വരേണ്ടത്,
ഇഴജന്തുക്കൾ, വിഷജീവികളുള്ള പ്രദേശമാണ്. നീ ഒരു ടോർച്ച് കൊണ്ടുപോകും രാവിലെ പോകുമ്പോൾ, വൈകിയാണ് വരുന്നതെങ്കിൽ വെളിച്ചം കൊണ്ടുപോകും, അല്ലെങ്കിൽ കടയിൽ നിന്നൊരു മെഴുകുതിരി മേടിച്ചുകൊണ്ടു. ഈ പത്മനാഭൻ ഇതനുസരിക്കുകയാണ്. അമ്മ പറഞ്ഞത് വില വയ്ക്കുകയാണ്. അവസാനം ഒരു നാൾ രാത്രിയിൽ വൈകി തിരികെ പോകുമ്പോൾ സർപ്പക്കാവിൻ്റെ മുറ്റത്ത് ഒരു വിളക്ക് കത്തിച്ചു വച്ചിട്ടുണ്ട്. ഒരു വടിയെ കുത്തി ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. പത്മനാഭ, നീ വരുമ്പോൾ ഈ വിളക്കും എടുത്തുകൊണ്ട് വരിക എന്ന് അമ്മയുടെ കുറിപ്പാണ്. അദ്ദേഹം തുടർന്ന് എഴുതുകയാണ്, ആ അമ്മ വിളക്ക് വെച്ചത് സർപ്പക്കാവിൻ്റെ മുറ്റത്തല്ല, എൻ്റെ ജീവിതത്തിൻ്റെ നടുമുറ്റത്താണ്. പ്രായം ഇത്രയായിട്ടും ഇന്നും അമ്മ കത്തിച്ച് വെച്ച ആ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ എൻ്റെ ജീവിതത്തെ വായിച്ചെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയം ഇതുപോലെ തൻ്റെ മക്കളായ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ നടുമുറ്റത്ത് ഇതുപോലെ വിളക്കുകൾ കത്തിച്ച് വെച്ചവളാണ് എന്ന പരമാർത്ഥം നാം മനസ്സിലാക്കുക. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ അമ്മ വിശ്വാസത്തിൻ്റെ മാതാവായി പരിലസിച്ചത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന 1-2 ഉദാഹരണങ്ങൾ പറയും. വിശ്വാസം എന്നത് പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിൽ നോക്കിയാൽ അമ്മ പറയും, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഇതാണ് വിശ്വാസത്തിൻ്റെ മരിയൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പരിശുദ്ധ മാതാവ് വിശ്വാസത്തിന് കൊടുക്കുന്ന നിർവചനം അതാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. കാരണം ഗബ്രിയേൽ ദൂതൻ അവൾക്ക് കൊടുത്ത മംഗളവാർത്തയുടെ അന്തസത്ത അതായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കും? മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമെന്ന് തോന്നുന്നത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചപ്പോൾ ദൂതൻ പറഞ്ഞു, ദൈവത്തിനെല്ലാം സാധ്യമാണ് മറിയമേ. സമാനമായൊരു വാചകം കേൾക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് പുറകോട്ട് നടന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹത്തിൻ്റെ ജീവിതകഥ പറയുമ്പോൾ 90 കഴിഞ്ഞ സാറായിക്ക് അടുത്ത വസന്തത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് ദൂതന്മാർ പറഞ്ഞപ്പോൾ സാറാ പോലും ചിരിച്ചുപോയി, ഇതെങ്ങനെ സാധിക്കും? പക്ഷേ അപ്പോൾ ദൂതന്മാർ പറഞ്ഞു, ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന്. വാസ്തവത്തിൽ ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസം. പരിശുദ്ധ അമ്മയുടെ വിശ്വാസ നിർവചനമാണത്, ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്നുള്ളത്. ചെങ്കടലിൻ്റെ തീരത്ത് ഫറവോയുടെ സൈന്യത്തിൻ്റെ വായിൽ നിൽക്കുന്ന ഇസ്രായേൽ ജനത്തെ എങ്ങനെ രക്ഷിക്കുമെന്ന് മോശ പകച്ചപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന ആ വടി അത് വെറുമൊരു വടിയല്ല, ആ വടി വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് എന്ന് നമുക്കറിയാം. കാരണം മോശ അവിശ്വസിച്ചപ്പോൾ ആ വടി താഴെയിട്ടപ്പോഴാണ് അത് പാമ്പായി മാറി, അതിൻ്റെ വാലിൽ പിടിച്ചപ്പോൾ തിരികെ വടിയായി മാറി. ദൈവം ആ വടിയിലൂടെ മോശയെ വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് നയിച്ചതാണ്. ആ വടിയെടുത്ത് ചെങ്കടലിൻ്റെ നേരെ നീട്ടാൻ പറഞ്ഞപ്പോൾ മോശ അപ്രകാരം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ചെങ്കടൽ വെട്ടിപ്പിളർന്ന് 2ആയി ഇരുവശങ്ങളിൽ മലയായി മാറി നിന്നതിനെക്കുറിച്ച് തിരുവചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ വിശ്വാസം എന്നത് മറ്റാരും വിശ്വസിക്കില്ല എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, കാരണം എന്നോട് അരുളി ചെയ്തത് ദൈവമാണ് എന്ന ബോധ്യമാണ് വിശ്വാസം. ദൈവം പറഞ്ഞു, അതുകൊണ്ട് അത് സത്യമാണ് എന്ന് ആരെല്ലാം കരുതുന്നുവോ അവൻ വിശ്വാസിയാണ്. ഇതാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നിലപാട്. നോഹയെക്കുറിച്ച് നോക്കുക, വിശ്വാസത്തിൻ്റെ മറ്റൊരാചാര്യനാണ് ആ മനുഷ്യൻ. മലമുകളിൽ അദ്ദേഹത്തോട് ദൈവം പറഞ്ഞ് കപ്പലുണ്ടാക്കാൻ കണ്ടവരും കേട്ടവരും ചിരിച്ചു, ഈ ഭ്രാന്തൻ മനുഷ്യൻ മലമുകളിൽ കപ്പലുണ്ടാക്കുന്നതിനെ കുറിച്ച്. പക്ഷേ ദൈവം പറഞ്ഞു, അത് മാത്രമേ നോഹയ്ക്ക് അറിയാൻ പാടുള്ളൂ. വിശ്വസ്തനായവൻ ദൈവം, അവൻ പറഞ്ഞു ഇന്നത് ചെയ്യാൻ, ഞാനത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി മുഴുവൻ നമ്മളെ അവിശ്വസിക്കും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും നമ്മുടെ പ്രവർത്തനങ്ങളിൽ വിശ്വാസം പ്രകടിപ്പിക്കില്ല. അവർ നമ്മളെ പരിഹസിക്കും, കളിയാക്കും, നമ്മൾ ചെയ്യുന്നത് അവിവേകമാണ് എന്ന് വിലയിരുത്തും. പക്ഷേ ആര് വിശ്വസിച്ചില്ല എങ്കിലും ഞാൻ വിശ്വസിക്കും, കാരണം ദൈവം എന്നോട് ആവശ്യപ്പെട്ടു. പരിശുദ്ധ അമ്മ തരുന്ന ഈ വിശ്വാസ നിർവചനത്തിൻ്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് ഒരുവന് തന്നിൽ തന്നെയുള്ള വിശ്വാസം, ആത്മവിശ്വാസമാണ് വിശ്വാസം. വാസ്തവത്തിൽ നമ്മൾ ചിന്തിച്ചാൽ അതിൻ്റെ ആഴം മനസ്സിലാകും.
ദൈവം പറഞ്ഞു എന്ന ബോധ്യം ഒരുവന് കിട്ടുമ്പോൾ അത് തരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്, ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് സത്യത്തിൽ വിശ്വാസത്തിൻ്റെ വകഭേദമാണ്. പലർക്കും അതില്ലാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ദൈവമാണ് പറഞ്ഞത് എന്ന ബോധ്യം ഇല്ലാതെ പോകുന്നത് കൊണ്ടല്ലേ എന്ന് നാം ചിന്തിച്ചു നോക്കുക, വിശദീകരിക്കുക. പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടേതായ ഒരു ദൈവസങ്കല്പത്തിലാണ്. പല ചിന്തകന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡൊമസ്റ്റിക്കേറ്റഡ് ഗോഡ് എന്ന് പറയും. അതായത് നാം വീട്ടിൽ വളർത്തുന്ന ഒരു ജീവിയെ പോലെയാണ് നമ്മുടെ ദൈവസങ്കല്പം. നമ്മളെക്കാളും ഇച്ചിരി കൂടെ വലിയൊരാൾ, അത്രയും നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ കഴിവിനും ദൈവത്തിൻ്റെ ഇടപെടലുകൾക്കും നാം പരിമിതി കൽപ്പിച്ചുകൊണ്ടാണ് ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അല്ല, ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വെളിപ്പെടുത്തുന്ന ദൈവം എത്രയോ ശക്തനാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുക. പരിശുദ്ധ കന്യകാമറിയം തരുന്ന ഈ ഒരു വലിയ ബോധ്യം പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക. പരിശുദ്ധ കന്യകാമറിയം തരുന്ന രണ്ടാമത്തെ വിശ്വാസ ബോധ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ വിശ്വാസ നിർവചനത്തിലെ രണ്ടാമത്തെ നിർവചനം ഇതാണ്: വിശ്വാസം എന്നത് കാത്തിരിക്കാനുള്ള കഴിവാണ്. അതായത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് കാത്തിരിക്കുക എന്നതിനർത്ഥമുണ്ട്. ഈ ലോകത്തെല്ലാം ഇൻസ്റ്റന്റ് റെസ്പോൺസുകളാണ്. ഇപ്പം ശരിയായി കിട്ടും. പണ്ടേതോ സിനിമയിലെ ഡയലോഗ് പോലെ ഇപ്പം ശരിയാക്കി തരണം. അത് നടക്കുകയല്ല. വിശ്വാസത്തിന് കാത്തിരിപ്പ് എന്നൊരർത്ഥമുണ്ട് എന്ന് പരിശുദ്ധ കന്യകാമറിയം പറയുകയാണ്. നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ അത്യുന്നതൻ, ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോഴും പരിശുദ്ധ കന്യകാമറിയം അനുഭവിച്ച സങ്കടങ്ങളുടെ 7 കടലുകളും വ്യാകുല സമുദ്രങ്ങളും നീന്തിയാണ് അവൾ കുരിശിൻ ചുവട്ടിൽ വരെയും വന്നു നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധ കന്യകാമറിയം തരുന്ന ഒരു വലിയ ബോധ്യമാണ് വിശ്വാസം എന്നത് കാത്തിരിക്കാനുള്ള കഴിവാണ്. നമ്മളെല്ലാവരും ഇന്ന് അക്ഷമരാണ്. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ഒരല്പം കുറഞ്ഞു പോയാൽ, ഒരു പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ അതേ 2-3 തവണ വട്ടം കറങ്ങിയാൽ നമ്മളാകെ അക്ഷമരാണ്. അരമിനിറ്റ് പോലും ഒന്നിനും വേണ്ടി കാത്തിരിക്കാൻ നമ്മൾ തയ്യാറല്ല. ഈ കാത്തിരിക്കാനുള്ള കഴിവില്ലായ്മ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ കുറവാണ്. സ്വിച്ച് ഇട്ടാൽ അന്നേരെ ബൾബ് കത്തുന്നത് പോലെ, ഫാൻ കറങ്ങുന്നത് പോലെ, ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം, ഞാൻ വിചാരിച്ച സമയത്ത് കാര്യങ്ങൾ നടക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി പാടില്ല. കാരണം പല വിഷയങ്ങളിലും ദൈവത്തിൻ്റെ ഉത്തരത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. 18-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞ അബ്രാഹത്തിന് ഇസഹാക്ക് എന്ന പുത്രൻ എന്ന സദ്വാർത്ത കിട്ടാൻ വേണ്ടി ആ മനുഷ്യൻ 100 വയസ്സ് വരെയും കാത്തിരുന്നു എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ആരെല്ലാം കാത്തിരിക്കാൻ സന്നദ്ധമാകുന്നുവോ അവരുടെയൊക്കെയും ജീവിതത്തിൽ ദൈവമായ കർത്താവ് താൻ പറഞ്ഞതിൻ്റെ അർത്ഥവും ആഴവും വെളിപ്പെടുത്തും എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. പരിശുദ്ധ അമ്മ നൽകുന്ന ഈ വിശ്വാസ നിർവചനത്തെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. വീണ്ടും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ 3-ാമത്തെ നിർവചനം എനിക്ക് തോന്നുന്നു ദൂതൻ പറഞ്ഞതിൽ തന്നെയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഇത് ബൈബിൾ ആവർത്തിച്ച് പറയുന്നതാണ്. നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യമാണ് വിശ്വാസം. ശരിയാണ്, എൻ്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യമാണ്, കഷ്ടതകളാണ്, രോഗങ്ങളാണ്, ഞാൻ പ്രാർത്ഥിച്ചതൊന്നും അതേപടി നടക്കുന്നില്ല, ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ വെറും പാഴ്ക്കിനാവുകളായി മാറിപ്പോയിട്ടുണ്ടാകാം. ആരെല്ലാം എവിടെയെല്ലാം എന്നെ കൈവിട്ടു പോയാലും, എൻ്റെ ഏതെല്ലാം സ്വപ്നങ്ങൾ പാഴായിപ്പോയാലും ഞാൻ നിരാശനല്ല. കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അതിനാൽ ഞാൻ ഭയപ്പെടുന്നില്ല. സങ്കീർത്തകൻ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, അവൻ കൂടെയുള്ളതിനാൽ ഇടയനായി കൂടെയുള്ളപ്പോൾ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടക്കുമ്പോൾ പോലും ഞാൻ ഭയപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയം ജീവിതത്തിൽ ഒരിക്കലും പതറിയില്ല. കുരിശിൽ 3 ആണികളിൽ തൂങ്ങി തൻ്റെ പ്രിയപുത്രൻ പിടഞ്ഞ് മരിക്കുമ്പോഴും
പാദം പതറാതെ നെഞ്ച് തകരാതെ ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയുടെ ധൈര്യം എന്ന് പറയുന്നത് ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ദൂതന്റെ അരുളപ്പാട്. മറിയമേ, നന്മ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അകക്കാമ്പ് എന്ന് പറയുന്നത് ദൈവം തന്നോടുകൂടെ. ഈശോയെ ഉദരത്തിൽ സംവഹിച്ചപ്പോൾ ഈ ഭൂമിയിൽ മറ്റാരെയുംകാൾ ആഴത്തിൽ അവൾ ആ സത്യമറിഞ്ഞു, ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന്. പുത്രനെ മുലയൂട്ടി വളർത്തിയപ്പോൾ, അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ മറ്റാരെയുംകാൾ ആഴത്തിൽ പരിശുദ്ധ കന്യകാമറിയം ആ സത്യം ഗ്രഹിച്ചവളാണ്. ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ ഒരു വിശ്വാസ ബോധ്യങ്ങളെ ഉൾക്കൊള്ളുക എന്നതാണ് നമ്മൾ പഠിക്കേണ്ട, അല്ലെങ്കിൽ അമ്മ നമ്മെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം എന്ന് ഞാൻ വിചാരിക്കും. അതായത് പരിശുദ്ധ അമ്മ തരുന്ന വിശ്വാസത്തിൻ്റെ നിർവചനങ്ങളെ ആഴത്തിൽ ആത്മാർത്ഥമായി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. പരിശുദ്ധ അമ്മയോടുള്ള ഈ വിശ്വാസ തീർത്ഥയാത്രയിൽ നാം പഠിക്കുന്ന രണ്ടാമത്തെ പാഠം, അല്ലെങ്കിൽ അടുത്ത തിരുവചനമാണ് ലൂക്കാസ് സുവിശേഷം 1:45 നമ്മൾ ധ്യാനിച്ചത്, വിശ്വസിക്കുന്നതിൻ്റെ ഭാഗ്യത്തെക്കുറിച്ച്. തുടർന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തന്നെ വാക്കാണ് 1:46 മുതലുള്ള വാക്കിൽ, സ്തോത്രഗീതത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. പരിശുദ്ധ അമ്മയുടെ രണ്ടാമത്തെ സന്ദേശം അതാണ്, ദൈവത്തിൽ സന്തോഷിക്കാൻ പഠിക്കണമെന്ന്. തൻ്റെ മക്കളായ നമുക്ക് അമ്മ തരുന്ന വലിയ ഒരു ദർശനമാണത്. ദൈവത്തിൽ സന്തോഷിക്കാൻ പഠിക്കുക. നാം എല്ലാവരും സന്തോഷം അന്വേഷിച്ച് വ്യഗ്രതപ്പെടുകയാണ്. എവിടെ പോയാലാണ് സന്തോഷം, ആരുടെ കൂടെ ഇരുന്നാലാണ് സന്തോഷം, ആരെ ഫോൺ വിളിച്ചാലാണ് കൂടുതൽ സന്തോഷം കിട്ടുക, എന്ത് ഭക്ഷിച്ചാലാണ് സന്തോഷം കിട്ടുക, ഏതെല്ലാം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലാണ് സന്തോഷം കിട്ടുക. മദ്യപാനികൾ മദ്യം കിട്ടിയില്ല എങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുകയാണ്. ലഹരി വസ്തുക്കൾക്ക് അടിപ്പെട്ടു പോയവർക്ക് സമയത്ത് ലഹരി കിട്ടിയില്ല എങ്കിൽ അവരുടെ ജീവിതം ഭ്രാന്തമായി തീരുന്നത് പലപ്പോഴും നാം കാണുന്നുണ്ട്. തിന്മയുടെ ബന്ധനങ്ങളിലും അവിഹിത വീഴ്ചകളിലും ഇടപെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ സന്തോഷം തേടുന്നത് അത്തരം പാപങ്ങളിലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എല്ലാ മനുഷ്യനും പാപത്തിൽ സന്തോഷിക്കാൻ വ്യഗ്രതപ്പെടുന്നവനാണ്. അത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പാപ പ്രവണതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഒരുപക്ഷെ സാത്താൻ മനുഷ്യനെ നൽകിയ ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറയുന്നത് എന്താണ്? പാപത്തിൽ സന്തോഷമുണ്ട് എന്നുള്ളതാണ്. കാര്യം ശരിയാണ്. പിശാച് പാപത്തെ സന്തോഷകരമായി മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. നാം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് ചെയ്യുന്ന ഏത് തെറ്റിനെക്കുറിച്ചും ചിന്തിച്ചു നോക്കിക്കോ പ്രിയപ്പെട്ടവരെ. നമ്മൾ എന്തുകൊണ്ടാണ് ആ പാപം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ആ പാപം നമ്മുടെ ജീവിതത്തിൽ തരുന്ന സുഖത്തെ, സന്തോഷത്തെ നാം അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്നതുകൊണ്ടാണ്. ആ പാപം തരുന്ന സുഖത്തിന് വേണ്ടി നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളും ദാഹിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, വിശുദ്ധ ആഗസ്തീനോസ് പുണ്യവാളൻ തൻ്റെ ഏറ്റുപറച്ചിലുകളിൽ പറയുന്നതാണ്. അതായത് മനുഷ്യൻ്റെ വിചാരം, അവൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം അടങ്ങിയിരിക്കുന്നത് ഈ പാപ വഴികളിൽ എവിടെയോ ആണ്. പാപം ചെയ്താലേ സന്തോഷം കിട്ടുകയുള്ളൂ, പാപത്തിൻ്റെ വഴിയിലേ സന്തോഷമുള്ളൂ എന്ന ഒരു തെറ്റിദ്ധാരണ പിശാച് മനുഷ്യൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിന് വിരുദ്ധമായാണ് സ്വർഗത്തിൻ്റെ സൈന്യാധിപ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലയോ മക്കളെ, ദൈവത്തിൽ സന്തോഷിക്കാൻ പഠിക്കുക. അതാണ് യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത്. പാപം സന്തോഷിപ്പിക്കും, അത് സത്യമാണ്. ആ സന്തോഷം നൈമിഷികമാണ്. വിശുദ്ധ അഗസ്റ്റിൻ തന്നെ പാപത്തിൻ്റെ വഴിയെ നടന്ന തൻ്റെ അനുഭവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുകയാണ്, പാപത്തിന് സന്തോഷിപ്പിക്കാൻ കഴിവുണ്ട്, പക്ഷേ പാപം ചെയ്ത് തീരുന്നത് വരെ ആ സന്തോഷമുള്ളൂ. പാപം ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ
പിന്നെ നിരാശയായി കുറ്റബോധമായി തൻ്റെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നുള്ള വ്യഗ്രതയായി. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക, പാപം ആത്യന്തികമായി നാശമാണ്. റോമാലേഖനത്തിൽ അപ്പസ്തോലൻ പറയുന്നത് പോലെ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. സംഖ്യയുടെ പുസ്തകം 32:23 നാം വായിക്കുന്നത് പോലെ നമ്മുടെ പാപങ്ങൾ നമ്മെ വേട്ടയാടും. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ പാപം അതിൽ തന്നെ നാശമാണ്. പാപിയെ ദൈവം പ്രത്യേകിച്ച് ശിക്ഷിച്ച് നശിപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ല. പാപം ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ തന്നെ നമ്മൾ നശിച്ചു പോകും എന്നുള്ളതാണ് സത്യം. കാരണം വിഷം, ഒരു വ്യക്തി വിഷം കുടിച്ചു എന്ന് വിചാരിക്കും. വിഷം കുടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ സകല ഭാഗങ്ങളിലേക്കും രക്തത്തിലൂടെ വിഷം പടരുന്നു. അത് ശരീരത്തിൻ്റെ ഓരോരോ അവയവങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു, അവയെ നിശ്ചലമാക്കുന്നു, ആ വ്യക്തിയെ ഇല്ലാതാക്കുന്നു. ഇതാണ് പാപത്തിലും സംഭവിക്കുക. പാപം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഈ പാപം കടന്നു വരും. അതിൻ്റെ പരിണിത ഫലങ്ങൾ കടന്നു വരും. അതാണ് നിന്റെ പാപം നിന്നെ വേട്ടയാടും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഏതൊരു കൊലപാതകിയാണ് മനസമാധാനത്തോടെ ഉറങ്ങുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? ജീസസ് ഫ്രറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ട് ജയിലുകളിൽ സന്ദർശനം നടത്തിയപ്പോൾ, അല്ലെങ്കിൽ വാടക ഗുണ്ടകളായി പ്രവർത്തിക്കുന്നവരുടെ ഇടയിൽ സേവനം ചെയ്തപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ ഒരു വലിയ സത്യമുണ്ട്. അവരെല്ലാവരും പങ്കുവച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ വലിയ പാതകങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് ഉറങ്ങാനേ സാധിക്കുന്നില്ല. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, അതാണ് നിന്റെ പാപം നിന്നെ വേട്ടയാടും. അത് ദൈവം തരുന്ന ശിക്ഷയല്ല. ആ പാപം നമ്മുടെ ആത്മാവിൽ ആഴ്ന്നിറങ്ങി നമ്മെ ഗതിയില്ലാത്തവനാക്കി മാറ്റും. ഗതിയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യമില്ലാത്തവനാക്കി മാറ്റും. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം എവിടെയാണ്? ദൈവം. ആ ദൈവത്തിങ്കലേക്ക് യാത്ര ചെയ്യുന്നതിന് പകരം നമ്മളെ വഴിതിരിച്ചു വിട്ടു. അതാണ് ആത്യന്തികമായി പാപം എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 19-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമായി മാറി. കർത്താവിൻ്റെ വചനമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമായി മാറുന്നത് എന്നുള്ള സങ്കീർത്തന വചനം നമ്മൾക്ക് ഓർമ്മിക്കുക. ജെറമിയ പ്രവാചകൻ അല്പം കൂടി സരസമായിട്ടത് പറഞ്ഞു. കർത്താവിൻ്റെ വചനം ഞാൻ ഭക്ഷിച്ചു. ജെറമിയ 15-ാം അധ്യായം 16-ാം തിരുവചനം. കർത്താവിൻ്റെ വചനം ഞാൻ ഭക്ഷിച്ചു, അതെൻ്റെ ആത്മാവിൻ്റെ ആനന്ദമായി മാറി. ദൈവത്തിൽ, ദൈവവചനത്തിൽ, കർത്താവിൻ്റെ കൂദാശകളിൽ, അവിടുന്ന് സ്ഥാപിച്ച തിരുസഭയോട് ചേർന്ന് ജീവിക്കുന്നതിൽ ആനന്ദിക്കാൻ പഠിക്കുക. പരിശുദ്ധ കന്യകാമറിയം ഈ വിശ്വാസ തീർത്ഥയാത്രയിൽ നമ്മോട് ആവശ്യപ്പെടുന്ന 2-ാമത്തെ സത്യം അതാണ്. ഒന്നാമത്തേത് നാം മനസ്സിലാക്കി, ദൈവത്തിൽ വിശ്വസിക്കുക. 2-ാമതായി അമ്മ പറഞ്ഞു തരുന്നത്, ദൈവത്തിൽ സന്തോഷിക്കാൻ പഠിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടുന്നത് പാപം മൂലം. മറ്റു പലരും നമുക്കെതിരെ തെറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു സ്വാഭാവിക പ്രവണതയുണ്ട്, അവനോട് തിരിച്ചടിക്കണം, അവനെ ആക്രമിക്കണം, അവനോട് കലഹിക്കണം, അവനെ തറ പറ്റിക്കണം എന്നൊക്കെയുള്ള ചിന്ത സ്വാഭാവികമാണ്. പക്ഷേ പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്നത്, ദൈവത്തിൽ സന്തോഷിക്കാൻ പഠിക്കുക. അവരൻ നമ്മോട് തെറ്റ് ചെയ്താൽ പോലും നമ്മളുടെ പ്രതികരണം തെറ്റിൻ്റേതും തിന്മയുടേതുമാകരുത്. എവിടെയോ വായിച്ച ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. കഥ ഇങ്ങനെയാണ്: ഒരു സന്യാസിയും ശിഷ്യനും കൂടി കുളിക്കാൻ പോകുമ്പോൾ ഈ സന്യാസി ഒരു തേള് മുങ്ങിച്ചാകുന്നത് കണ്ടു. മുങ്ങിച്ചാകുന്ന തേളിനെ സന്യാസി എന്ന കരുതലോടെ, കരുണയോടെ തൻ്റെ കൈവെള്ളയിൽ ഇങ്ങനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നു. വെള്ളം ഊർന്നുപോയി, തേള് കൈവെള്ളയിൽ തെളിഞ്ഞു വന്നു. തേൾ അതിൻ്റെ സ്വഭാവം കാണിച്ചു. അതെന്ത് ചെയ്തു? സന്യാസിയുടെ കയ്യെ കുത്തി. സന്യാസിയുടെ കൈ വിറച്ചു, തേള് താഴെ വീണു.
സന്യാസി വീണ്ടും ചെന്ന് തേളിനെ പൊക്കി. ഈ ശിഷ്യൻ അമ്പരപ്പോടെ നോക്കിയിരിക്കുക, ഈ ഗുരു ഇത്ര മണ്ടനാണല്ലോ. കാരണം ഈ തേള് കുത്തുമെന്ന് ഇതുവരെ ഈ സന്യാസിക്ക് അറിയാൻ പാടില്ലേ. ഈ പ്രവൃത്തി സന്യാസി ഒരു 5-6 വട്ടം ആവർത്തിച്ച് കഴിഞ്ഞ് അദ്ദേഹം സന്യാസി ഒരു വിധത്തിൽ തേളിനെ കരയിൽ കയറ്റി വിട്ടു. ശിഷ്യൻ ചോദിച്ചു, എൻ്റെ ഗുരുവെ, അങ്ങ് ഇത്ര മണ്ടനാണോ? അങ്ങ് എന്തിനാണ് ഈ കുത്തുമെന്നറിഞ്ഞിട്ടും തേളിനെ പോയി സഹായിക്കാൻ പോകുന്നത്? 6 തവണ തേളിൻ്റെ കുത്തു മേടിച്ച് ഗുരു പറഞ്ഞു, ശരിയാണ് ശിഷ്യ നീ പറഞ്ഞത്. തേൾ അതിൻ്റെ സ്വഭാവം കാണിക്കും, അത് ഉപദ്രവിക്കും, കുത്തും, എന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കും. ബട്ട് ഐ വിൽ നെവർ എവർ അലൗ ഇറ്റ്സ് ഈവിൾ ടു കോൺകർ മൈ ബെനവളൻസ്. എന്നിലെ നന്മയെ കീഴടക്കാൻ ആ തേളിൻ്റെ തിന്മയെ ഞാൻ അനുവദിക്കില്ല. വാസ്തവത്തിൽ ദൈവത്തിൽ സന്തോഷിക്കുക എന്ന് പരിശുദ്ധ കന്യകാമറിയം പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. പലരും നമുക്കെതിരായി നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം തല്ലിക്കെടുത്താൻ ബോധപൂർവം ശ്രമിക്കുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും നമ്മുടെ സൽപ്പേര് കളങ്കപ്പെടുത്തുന്ന എന്തെല്ലാം പരാമർശങ്ങൾ പലപ്പോഴും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സ് ഒരിക്കലും പതറരുത്, തളരാൻ പാടില്ല. കാരണം ദൈവത്തിൽ സന്തോഷിക്കാൻ പഠിച്ചവന് തൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടില്ല. കുരിശിൻ ചുവട്ടിൽ നിന്നപ്പോഴും അമ്മ പതറാതിരുന്നതിൻ്റെ കാരണം അവൾ ദൈവത്തിൽ സന്തോഷിക്കാൻ പഠിച്ചവളായിരുന്നു എന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ 3-ാമത്തെ വചനത്തിലേക്ക് പോവുകയാണ്. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിശേഷിപ്പിക്കും എന്ന് പരിശുദ്ധ കന്യകാമറിയം പറയുകയാണ്. ശരിയാണ്, എല്ലാ തലമുറകളും എന്ന് പറയുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം അവിടെ ഉദ്ദേശിക്കുന്നത് ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവരുടെ തലമുറകളെയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് തിരുസഭയെയാണ്. സഭ എപ്പോഴും പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് ജീവിക്കുക. പരിശുദ്ധ അമ്മയാണ് സഭയെ എന്നും കൂട്ടായ്മയിൽ കൊണ്ടു നടന്നത് എന്ന യാഥാർത്ഥ്യം ഓർക്കും. കുരിശിൻ ചുവട്ടിൽ വെച്ച് ഇപ്രകാരം ഒരു ദൗത്യം പരിശുദ്ധ അമ്മ ഭരമേറ്റതാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 19-ാമത്തെ അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് വളരെ ഹൃദയസ്പർശിയായി വായിച്ചു കേൾക്കുന്നു. അവിടെ പറയുന്നുണ്ട്, കുരിശിൻ ചുവട്ടിൽ അവൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും നിൽക്കുന്നത് കണ്ടപ്പോൾ ഈശോ അമ്മയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. തുടർന്ന് ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അത് കഴിഞ്ഞാണ് നമ്മൾ വായിക്കുക, അനന്തരം ആ ശിഷ്യൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തെ സ്വന്തം വീടിൻ്റെ വിളക്കായി സ്വീകരിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസം ശരിയായ വിശ്വാസമാണോ എന്നറിയാൻ ആ വിശ്വാസി പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി കരുതുന്നുണ്ടോ എന്നാലോചിച്ചാൽ മതി. പരിശുദ്ധ കന്യകാമറിയത്തെ അംഗീകരിക്കാത്ത, അമ്മയെ സ്നേഹിക്കാത്ത ചില വിഭാഗങ്ങളുണ്ട്. ചില ഇവാഞ്ചലിക്കൽ ചർച്ചുകൾക്ക് പരിശുദ്ധ കന്യകാമറിയം എന്ന് പറഞ്ഞാൽ അന്നേരെ ദേഷ്യമാണ്. പരിശുദ്ധ കന്യകാമറിയത്തിന് ഒരു പ്രാധാന്യമില്ല, അവൾ വെറും മൊട്ടത്തോട് മാത്രമാണ്. പുത്രന് ജന്മം നൽകിയതോടെ അവളുടെ ഉത്തരവാദിത്വം തീർന്നു, അവൾ വേറെയും മക്കളുണ്ടായിരുന്നു. ഇങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തിനെതിരായി നിരന്തരം പ്രസംഗിക്കുന്നവരെ നാം കണ്ടുമുട്ടാറുണ്ട്. നിങ്ങൾ അവരെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർ അമ്മയില്ലാതെ വളർന്ന മക്കളാണ്. അമ്മയില്ലാതെ വളരുന്ന മക്കൾക്ക് എന്തെല്ലാം പരിമിതികളും പോരായ്മകളും ഉണ്ടാകും. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരെ ചേർത്ത് നിർത്തുന്ന പരിശുദ്ധ അമ്മയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ അംഗീകരിക്കാത്ത സഭകൾ എത്രയോ കഷണങ്ങളായി ഭിന്നിച്ച് പിളർന്ന് വീണ്ടും പിളർന്ന് അതിലും പിളർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതേസമയം പരിശുദ്ധ അമ്മയെ അംഗീകരിച്ചും സ്നേഹിച്ചും ജീവിക്കുന്ന സഭകളിൽ പോലും ഇപ്പോൾ പിളർപ്പും ഭിന്നതയും മാത്സര്യ ബുദ്ധിയും ശക്തിപ്പെടുന്നു. അതിൻ്റെ അർത്ഥം
നാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നില്ല. ആ അമ്മയുടെ നീലയങ്കിയുടെ തണലിൽ ജീവിക്കാൻ നാം ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, തിരുസഭയുടെ ചരിത്രം പരിശോധിച്ച് നോക്ക്. തിരുസഭയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ദൈവജനം എപ്പോഴെല്ലാം ഭയചകിതരായി ചിതറിപ്പോകുന്ന സാഹചര്യം വന്നോ അപ്പോഴെല്ലാം പരിശുദ്ധ കന്യകാമറിയം നിർണായകമായി ചരിത്രത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മിശിഹായുടെ കുരിശിലെ ദാരുണമായ മരണം, ആ മരണത്തിന് സാക്ഷ്യം വഹിക്കാൻ പരിശുദ്ധ അമ്മയോടൊത്ത് വത്സല ശിഷ്യൻ യോഹന്നാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ഓടി രക്ഷപ്പെട്ടതാണ്. ശിഷ്യന്മാർ ചിതറിപ്പോകുമായിരുന്നു നാടിൻ്റെ നാനാഭാഗങ്ങളിലേക്ക്. ഗലീലിയ കടലിലെ മുക്കുവന്മാരായി അവരവരുടെ ജീവിതത്തെ പരുവപ്പെടുത്തുമായിരുന്നു. പക്ഷേ ആ ശിഷ്യഗണത്തെ ചേർത്ത് നിർത്തി സെഹിയോൻ ശാലയിൽ ഈശോ പറഞ്ഞതുപോലെ അത്യുന്നതങ്ങളിൽ നിന്ന് ശക്തി വരുന്നതിന് വേണ്ടി കാത്തിരുത്തി അവരെ. അത്യുന്നതങ്ങളിൽ നിന്ന് ശക്തി വരുമെന്ന് ദൈവം പറഞ്ഞാൽ വരുമെന്ന് മറ്റാരേക്കാളും കൂടുതൽ അറിഞ്ഞവളാണ് പരിശുദ്ധ കന്യകാമറിയം. കാരണം അവളോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞതാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൂതൻ പറഞ്ഞത് വിൺവാക്കായിരുന്നില്ല, അവൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു എന്ന് അമ്മ തൻ്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും അനുഭവിച്ചറിഞ്ഞവളല്ലേ. പ്രിയപ്പെട്ടവരെ, അതേ യാഥാർത്ഥ്യം തന്നെയാണ് അമ്മ ശിഷ്യരോടും പറയുന്നത്. ഈശോ പറഞ്ഞു, അത്യുന്നതങ്ങളിൽ നിന്ന് ശക്തി വരും, പരിശുദ്ധാത്മാവ് വരും, നിങ്ങൾ പോകരുത്. അമ്മ അവരെ ചേർത്ത് പിടിച്ചു നിർത്തി സെഹിയോൻ ശാലയിൽ. എല്ലാം നഷ്ടപ്പെട്ട, ജീവിതത്തിൽ നിരാശ ബാധിച്ച ഒരു വിഭാഗം ആളുകളെ പ്രിയപ്പെട്ടവരെ 40 ദിവസങ്ങളിൽ അവരെ ചേർത്ത് നിർത്തി. മിശിഹ സ്വർഗത്തിലേക്ക് പോയി അവൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ പോലും ഇല്ലാതായി. ഇനി എന്തു ചെയ്യുമെന്ന് പകച്ചു നിന്നവരെ 50 നാളുകൾ ഇതുപോലെ പതറാതെ തളരാതെ ചേർത്ത് നിർത്താൻ പരിശുദ്ധ കന്യകാമറിയത്തിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? എവിടെയെല്ലാം സഭകളിൽ ഭിന്നതയും മാത്സര്യബുദ്ധിയും കലഹവും വർദ്ധിച്ചു വരുന്നുവോ അവരെല്ലാവരും വിളിക്കേണ്ടത് ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ മറിയമേ എന്നുള്ള വിശുദ്ധ ജസ്റ്റിൻ്റെ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത പ്രാർത്ഥനയാണ്. കാരണം ഈ അമ്മ കൂട്ടായ്മയുടെ അമ്മയാണ്. മക്കളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത് ഒരമ്മയുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. മക്കൾ തമ്മിൽ കലഹിച്ചാൽ ഏറ്റവും സങ്കടപ്പെടുന്നത് അമ്മമാരുടെ ഹൃദയമാണ് എന്ന് നമുക്കറിഞ്ഞുകൂടെ? അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയം നമ്മളോട് പറയുന്നതും ഈ ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, വ്യത്യസ്തതകൾ എന്ന് പറയുന്നത് അത് കലഹിക്കാനുള്ളതല്ല. വ്യത്യസ്തതകൾ കൂട്ടായ്മയ്ക്ക് ആവശ്യമാണ്. സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണ്. അവരങ്ങനെ വ്യത്യസ്തരായതുകൊണ്ടാണ് ഒരു കുടുംബജീവിതം സാധ്യമാകുന്നത്. 2 പുരുഷന്മാർ ചേർന്ന് വിവാഹം കഴിക്കാം എന്നൊക്കെ സ്വവർഗ ലൈംഗികതയെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ അത് വിവാഹമാകില്ല എന്ന് മാത്രമല്ല, അവിടെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അവർക്ക് സാധിക്കില്ല. കാരണം എന്താ? വ്യത്യസ്തതകളിലെ പരസ്പര പൂരകത്വമുള്ളൂ. അതൊരു പ്രപഞ്ച നിയമമാണ്. അതുകൊണ്ട് വ്യത്യസ്തതകളെ ഇല്ലാതാക്കാൻ വ്യഗ്രതപ്പെടരുത്. ഒരാൾ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു എന്ന് വിചാരിച്ച് അയാളെ എഴുതിത്തള്ളരുത്. വ്യത്യസ്തതകൾ വളർച്ചയുടെ ലക്ഷണമാണ്. കാന്തത്തിൻ്റെ വിജാതീയ ധ്രുവങ്ങൾ തമ്മിലെ ആകർഷിക്കുകയുള്ളൂ, സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കും എന്ന് സയൻസ് ക്ലാസ്സിൽ പഠിക്കുന്നത് നിങ്ങൾ ഓർമ്മിക്കുമല്ലോ. കാരണം വ്യത്യസ്തതകൾ അടുക്കാൻ വേണ്ടിയുള്ളതാണ്, അകലാൻ വേണ്ടിയുള്ളതല്ല എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ കന്യകാമറിയം നമുക്ക് പറഞ്ഞു തരുന്ന ഈ 12 അപ്പസ്തോലന്മാർ വ്യത്യസ്ത കാഴ്ചപ്പാടുകാരാണ്. ഒന്ന് മറ്റൊന്നുമായിട്ട് ഒത്തുപോകുകയല്ല. പക്ഷെ പരിശുദ്ധ അമ്മ അവരെ ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ ചേർത്ത് നിർത്തി. പരിശുദ്ധ കന്യകാമറിയം ഉള്ളിടത്ത് കൂട്ടായ്മയുണ്ട്.
അവിടെ സെഹിയോൻ ശാലയുടെ അനുഭവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവർക്കും വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാവർക്കും വിജയിക്കാം, ആരെയും തോൽപ്പിക്കാതെ വിജയിക്കാൻ പറ്റും. പണ്ട് ഒരു പ്രോഗ്രാമിൽ മജീഷ്യൻ മുതുകാട് കാണിച്ച ഒരു ഐസ് ബ്രേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ഈവൻ്റ് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ചെയ്ത ഇതാണ്, അദ്ദേഹം 10 പേരെ സ്റ്റേജിലേക്ക് വിളിച്ചു. 10 പേരെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ 10 പേര് കയറി ചെന്നു. അദ്ദേഹം 10 പേരുടെയും കയ്യിൽ ഓരോ വീർപ്പിച്ച ബലൂൺ കൊടുത്തു, എന്നിട്ട് ഓരോ മൊട്ടുസൂചിയും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, 5 മിനിറ്റ് കഴിയുമ്പോൾ ആരുടെ കയ്യിലാണോ ബലൂൺ പൊട്ടാതിരിക്കുന്നത് അവർക്ക് വേണ്ടി ഞാൻ വിശേഷപ്പെട്ട ഒരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. ഉടനെ ഓരോരുത്തരും ചിന്തിച്ചെന്ന് അവൻ്റെ ബലൂൺ പൊട്ടിക്കണം, എന്നാലേ രക്ഷപ്പെടുകയുള്ളൂ. ഓരോരുത്തരും അവരവരുടെ കയ്യിലെ ബലൂൺ പരമാവധി ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് തൻ്റെ കയ്യിലെ മൊട്ടുസൂചി കൊണ്ട് എന്ന് അപ്പുറത്തവൻ്റെ ബലൂൺ കുത്തി പൊട്ടിക്കാൻ പരിശ്രമിച്ചു. ഏതാനും പേരുടെ പൊട്ടിയവർ 2 കൈയും കൊണ്ട് ചെന്ന് മറ്റുള്ളവരുടെ ബലൂണും കുത്തി പൊട്ടിച്ചു. 1 മിനിറ്റിനുള്ളിൽ 10 പേരുടെയും ബലൂണുകൾ പൊട്ടിത്തീർന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മജീഷ്യൻ രംഗത്ത് വന്നു. അദ്ദേഹം ചോദിച്ചു, ആർക്കും സമ്മാനം കിട്ടിയില്ലല്ലേ? പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അവരെൻ്റെ ബലൂൺ കുത്തിപ്പൊട്ടിക്കാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരേ ഒരു കാര്യമുള്ളൂ. എന്താണ്? 5 മിനിറ്റ് കഴിഞ്ഞാൽ ആരുടെ കയ്യിൽ ബലൂൺ ഇരിക്കുന്നോ അവർക്ക് സമ്മാനം. നിങ്ങൾ 10 പേരുടെയും കയ്യിൽ ഈ 5 മിനിറ്റ് കഴിഞ്ഞ് ബലൂൺ പൊട്ടാതിരിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഞാനിതാ 10 സമ്മാനങ്ങളും കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ആരും അതിനർഹരായി തീർന്നില്ല. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ ഉൾക്കാഴ്ചയാണ് ആ മനുഷ്യൻ പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതായത്, അപരനെ പരാജയപ്പെടുത്തിയാലേ എനിക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു പൈശാചിക ചിന്തയാണ്. അവന് ഉള്ളിടത്തോളം കാലം എനിക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾ കണ്ണൂർ ജീവിക്കുന്നവരാണ്. ഈ കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇപ്പോൾ തൃശ്ശൂരൊക്കെയാണ് കൂടുതൽ കൊലപാതകം എന്നാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഈ കൊലപാതകങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് എന്താണ്? ഒരുവൻ്റെ വിചാരം, എതിർകക്ഷിയിലെ ഇന്ന വ്യക്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് സമാധാനം ഉണ്ടാകില്ല, അതുകൊണ്ട് അവനെ ഇല്ലാതാക്കണം എന്നാണ് വിചാരം. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും വിജയിക്കാനാവുന്ന ഒരു സംവിധാനമുണ്ട്. അതിനെയാണ് ദൈവരാജ്യം എന്ന് വിളിക്കുക. ഈശോ മിശിഹ ഈ ഭൂമിയെ പഠിപ്പിച്ച വലിയ പാഠം അതാണ്. ആരെയും തോൽപ്പിക്കാതെ, ആരുടെയും കണ്ണുനീര് വീഴ്ത്താതെ, ആരുടെയും ചോര വീഴ്ത്താതെ എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സാമൂഹിക ക്രമമുണ്ട്. അത് ദൈവരാജ്യമാണ്. യെശയ്യാ പ്രവാചകന്റെ ദർശനത്തിൽ പറയുന്ന സിംഹവും പുള്ളിപ്പുലിയും ഒരുമിച്ച് മേയുന്ന ആ ഒരു സുന്ദരമായ സ്വപ്നം. പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടും ചെന്നായും ഒരുമിച്ച് മേയുന്ന സ്വപ്നത്തെ യെശയ്യാ കാണുമ്പോൾ ആ സ്വപ്നം ദൈവരാജ്യത്തിൻ്റെ സ്വപ്നമാണ്. പരിശുദ്ധ കന്യകാമറിയം കൂട്ടായ്മയുടെ വഴി പഠിപ്പിക്കാൻ നമ്മോട് പറഞ്ഞു തരുന്നതും ഈ ഒരു വലിയ സത്യമാണ്. എവിടെയെല്ലാം വിശ്വാസികൾ ഭിന്നതയുടെ സ്വരം മുഴക്കി പിളർന്നു മാറാൻ, അകന്നു മാറാൻ ശ്രമിച്ചുവോ, അവിടെയെല്ലാം പരിശുദ്ധ കന്യകാമറിയം നിർണായകമായി ചരിത്രത്തിൽ ഇടപെട്ടു എന്നുള്ളതിൻ്റെ നാൾ വഴിയാണ് നാം പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. സെഹിയോൻ ശാലയിൽ ശിഷ്യന്മാരെ പരിശുദ്ധ അമ്മ ചേർത്ത് നിർത്തി. ആ കൂട്ടായ്മ സഭയായി പരിണമിച്ചു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ്. സഭാപിതാക്കന്മാരിൽ ചിലരൊക്കെ പറയും ജെറുസലേം കൗൺസിലിന് മുൻപ് പരിശുദ്ധ അമ്മ മരിച്ചു എന്ന്. എന്നാൽ പല സഭാപിതാക്കന്മാരും പറയും ജെറുസലേം കൗൺസിലിൽ പത്രോസും പൗലോസും അടങ്ങുന്ന 2 വാദവിഭാഗങ്ങൾ ശക്തിപ്പെട്ടപ്പോൾ അവരെ ജെറുസലേമിൽ ഒരുമിപ്പിച്ച് നിർത്തി അവരെ കൂട്ടായ്മയിൽ ജെറുസലേം കൗൺസിലിൽ ചർച്ച ചെയ്ത് കൂട്ടായ്മയുടെ തീരുമാനമെടുക്കാൻ പഠിപ്പിച്ചത് പരിശുദ്ധ കന്യകാമറിയമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, സഭയിൽ ഭിന്നതകളും വിഷമങ്ങളും ഉണ്ടായപ്പോൾ പരിശുദ്ധ കന്യകാമറിയം ഇടപെട്ടു എന്നുള്ളത് സത്യമാണ്. തുടർന്ന് നമുക്കറിയാം, ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ മതമർദ്ദനങ്ങളുടെ നീരാളിപ്പിടുത്തത്തിലായിരുന്നു സഭ. ക്രൈസ്തവരെ
മുച്ചൂടും നശിപ്പിക്കാൻ വേണ്ടി റോമൻ ചക്രവർത്തിമാര് കിരാതമായ മർദ്ദനമുറകൾ അഴിച്ചുവിട്ടതിൻ്റെ നാൾ വഴി റോമൻ ചരിത്രകാരനായ താസിറ്റസിൻ്റെ നാളാഗമങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സമകാലിക ചരിത്രത്തിലെ പലരുടെയും രചനകളിൽ സമാനമായ പീഡനങ്ങളുടെ നാൾവഴികൾ നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളെ വിളക്കുകാലുകളായി നാട്ടി നിർത്തി എണ്ണത്തുണി ചുറ്റി തലകീഴാക്കി നാട്ടി നിർത്തി പച്ചയ്ക്ക് കത്തിക്കുന്ന ഭീകരത, കുതിരക്കാലുകളിൽ ക്രിസ്ത്യാനികളെ കെട്ടി ഇരുവശങ്ങളിലേക്ക് ഓടിച്ച് വലിച്ചു കീറുന്ന, കലികുള എന്ന ചക്രവർത്തിയാകട്ടെ ജീവനോടെ ക്രിസ്ത്യാനികളുടെ തൊലി പൊളിച്ചെടുക്കുന്ന യന്ത്രം ഉണ്ടാക്കി എടുത്തിരുന്നു എന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ജീവനോടെ തൊലി പൊളിച്ചെടുക്കുക എന്തോ ഒരു ഭീകരമായ വേദനയാണ്. തിളച്ച എണ്ണയിൽ മുക്കിപ്പൊരിക്കുക, വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുക. ക്രിസ്ത്യാനികൾ അവിടെ പതറാതെ നിൽക്കാൻ വിശുദ്ധ ജസ്റ്റിൻ അവർക്ക് ഒരു മന്ത്രം ചൊല്ലിക്കൊടുത്തു. ആ മന്ത്രം ഇങ്ങനെയായിരുന്നു: കൊലക്കളത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമ്പോൾ, വെട്ടിത്തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇറക്കപ്പെടുമ്പോൾ ഓരോ വിശ്വാസിയും വിളിച്ചു, ക്രിസ്ത്യാനിയുടെ സഹായമായ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. പരിശുദ്ധ അമ്മയുടെ നീലയങ്കിയുടെ സംരക്ഷണത്തണലിൽ പീഡാനുഭവത്തിൻ്റെ കൊടുങ്കാറ്റുകളെ അതിജീവിച്ച ചരിത്രം ഈ സഭയ്ക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കുക, പീഡ അനുഭവിക്കുന്ന തൻ്റെ മക്കളെ ഒരിക്കലും ഒറ്റയ്ക്ക് വിട്ടിട്ട് അമ്മ സ്വർഗ സൗഭാഗ്യത്തിലായിരുന്നില്ല. എവിടെയെല്ലാം തൻ്റെ മക്കൾ സങ്കടത്തിലും പ്രതിസന്ധിയിലുമായിരുന്നോ അവിടെയൊക്കെയും പരിശുദ്ധ അമ്മ ഇടപെടുന്നുണ്ട്. നമുക്കറിയാം, സഭയുടെ ചരിത്രത്തിലെ നാൾ വഴികൾ എടുത്താൽ ഓരോ നൂറ്റാണ്ടിലും ഓരോന്ന് വീതം പറയാനുണ്ട്. എങ്കിലും വളരെ സുപ്രധാനമായ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കാം. അതായത് ലെപ്പാന്തോ യുദ്ധം നമുക്കറിയാം 1571 പ്രസിദ്ധമായ യുദ്ധമാണ്. ഒക്ടോബർ 7-ാം തീയതിയാണ് ഈ യുദ്ധം വിജയിക്കുന്നത്. പരിശുദ്ധ പിതാവ് പയസ് 5-ാമൻ മാർപ്പാപ്പയുടെ കാലമാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നറിയാം. തുർക്കികളുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക മത തീവ്രവാദികൾ സംഘടിതമായി വന്ന് ക്രിസ്ത്യൻ രാജ്യങ്ങളെ ഒന്നോടെ തകർത്ത് കളയാം, യൂറോപ്പിനെ സമ്പൂർണമായും ഇസ്ലാമികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഭയാനകമായൊരു യുദ്ധമാണ്. ലെപ്പാന്തോ കടൽക്കരയിൽ വെച്ച് നടത്തുന്ന ഈ യുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ എണ്ണത്തിൽ വളരെ കുറവ്, ആയുധബലത്തിൽ വളരെ കുറവ്, പരാജയം സുനിശ്ചിതമാണ്. പരിശുദ്ധ പിതാവ് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ കൈവിരിച്ച് പിടിച്ചു നിന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി. പരിശുദ്ധ അമ്മേ, ജപമാലയുടെ രാജ്ഞി, നിന്നിലല്ലാതെ ഞങ്ങൾക്ക് മറ്റാരിലും ആശ്രയിക്കാനില്ല. നിന്റെ തിരുക്കുമാരൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിച്ച് നിന്റെ സഭയെ നീ സംരക്ഷിക്കണം. ഇതാ നിന്റെ മക്കൾ എന്ന് പറഞ്ഞ് കുരിശിൽ വെച്ച് ഞങ്ങളെ നിനക്കാണ് തിരുക്കുമാരൻ ഫലമേൽപ്പിച്ചത്. ഈ വിഷമസന്ധിയിൽ നിന്റെ പാദാന്തികമല്ലാതെ ഞങ്ങൾക്ക് ശരണമില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ പിതാവിൻ്റെ ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന പരിശുദ്ധ അമ്മ ഇടപെട്ടു. ഒക്ടോബർ 7 ലെപ്പാന്തോ യുദ്ധത്തിൽ പരിശുദ്ധ അമ്മയുടെ സൈന്യം വിജയിച്ചു. ഗാഡലുപ്പ മാതാവിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടാണ് ലെപ്പാന്തോ യുദ്ധത്തിൽ പങ്കെടുത്ത കപ്പലുകൾ സഞ്ചരിച്ചത് എന്ന് ചരിത്രത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ സൈന്യാധിപ തന്നെയാണ്. എവിടെയെല്ലാം ഈ സഭയെ ഇല്ലാതാക്കാനുള്ള സംഘടിത ശക്തികളുടെ പരിശ്രമങ്ങളുണ്ടാകുന്നു, അമ്മ അവിടെ അത്ഭുതകരമായി ഇടപെടുന്നു. ലെപ്പാന്തോ യുദ്ധത്തിൽ തുർക്കികളായിരുന്നു വിജയിച്ചിരുന്നത് എങ്കിൽ യൂറോപ്പിൻ്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു, സഭയുടെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ പരിശുദ്ധ അമ്മ ചരിത്രത്തിൻ്റെ മാതാവാണവൾ. ചരിത്രത്തെ ദൈവം നിശ്ചയിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ സ്വർഗത്തിൻ്റെ സൈന്യവുമായി അവൾ ചരിത്രത്തിൻ്റെ ഒപ്പം യാത്ര ചെയ്യുന്നവളാണ് എന്ന് ചരിത്ര വഴികളിൽ കൂടി നാം പഠിക്കണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് വലിയ ഒരു മുന്നേറ്റം
ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ സംഭവിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ സംഭവിക്കുന്ന മുന്നേറ്റം എന്താണ് എന്ന് ചോദിച്ചാൽ, സമത്വം, സാഹോദര്യം, ഈ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ വലിയ മുന്നേറ്റം നടത്തി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇതൊക്കെയാണ് പറഞ്ഞത്. എങ്കിലും ഫ്രഞ്ച് വിപ്ലവകാരികൾ കത്തോലിക്ക സഭയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശ്രമിച്ചിരുന്നത്. സഭയുടെ പള്ളികൾ തകർക്കുക, ദേവാലയങ്ങൾ അശുദ്ധമാക്കുക തുടങ്ങിയ വിവിധ കലാപരിപാടികൾ ഫ്രഞ്ച് വിപ്ലവകാരികൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഏതാണെങ്കിലും ഈ ഫ്രഞ്ച് വിപ്ലവം ഒരു വശത്ത് ശക്തി പ്രാപിച്ചു. വിശ്വാസത്തിൻ്റെ വഴികളിലെല്ലാം പ്രതിസന്ധികൾ ഏർപ്പെടുത്തപ്പെട്ടു. പ്രത്യയശാസ്ത്രപരമായി പല മുന്നേറ്റങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് നമുക്കറിയാവുന്നതാണ്. 18-ാം നൂറ്റാണ്ടോടുകൂടി വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ 18-19 നൂറ്റാണ്ടുകളിലുണ്ടായി. ചാൾസ് ഡാർവിൻ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന തൻ്റെ വിഖ്യാത ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് എന്ന് ബൈബിൾ പറയുന്നത് വിവരക്കേടാണ് എന്നും, മനുഷ്യൻ പരിണാമത്തിൻ്റെ ഫലമാണ് എന്നും, മനുഷ്യൻ്റെ പിതാമഹന്മാര് കുരങ്ങ് വർഗത്തിൽപ്പെട്ടവരാണ് എന്നും അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ സ്ഥാപിച്ചതിന് വലിയ പ്രചാരം ലഭിച്ചു എന്ന് നമുക്കറിയാം. ബൈബിൾ വിശ്വാസയോഗ്യമല്ല എന്ന ചിന്താഗതി ലോകത്ത് ശക്തി പ്രാപിച്ചു. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. നമുക്കറിയാം, ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ ശക്തി പ്രാപിച്ചു. ലോകത്തിൻ്റെ 1/3 കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ നിരീശ്വരവാദവും വർഗസമരവും ഏറ്റെടുക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങി. മനഃശാസ്ത്രപരമായും വലിയ വിപ്ലവങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്ന നമുക്കറിയാം. ജർമ്മൻകാരനായ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ നേതൃത്വത്തിൽ മനുഷ്യൻ്റെ ദൈവചിന്ത എന്ന് പറയുന്നത് അവൻ്റെ ഭയത്തിൻ്റെ ബാഹ്യ പ്രതിഫലനം മാത്രമാണ് എന്ന് ഫ്രോയിഡ് സ്ഥാപിച്ചു. ഇങ്ങനെ എല്ലാ മേഖലകളിലും സാമൂഹികവും രാഷ്ട്രീയവും മനഃശാസ്ത്രപരവും ശാസ്ത്രപരവുമായ മേഖലകളിൽ സത്യവിശ്വാസം ചോദ്യം ചെയ്യപ്പെടുകയും സഭയുടെ നിലനിൽപ്പ് അപകടത്തിലാകുകയും ചെയ്തപ്പോൾ പരിശുദ്ധ കന്യകാമറിയം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. 1858 ഫെബ്രുവരി മാസം 11-ാം തീയതി അവൾ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ: ഞാൻ അമലോത്ഭവയാണ്. അതൊരു വിശ്വപ്രഘോഷണമായിരുന്നു. ഞാൻ അമലോത്ഭവയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവളാണ് എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. അതായത് പരിണാമ സിദ്ധാന്തത്തിൻ്റെ അടിത്തറയാണ് പരിശുദ്ധ കന്യകാമറിയം ഇളക്കിക്കളഞ്ഞത്. എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും പരിശുദ്ധ അമ്മ തൻ്റെ ഒരൊറ്റ വാചകത്തിലൂടെ വെല്ലുവിളിക്കുകയാണ്. യൂറോപ്പിൽ വിശ്വാസത്തിൻ്റെ അലകളെ തിരിച്ചു കൊണ്ടുവന്നത് പരിശുദ്ധ കന്യകാമറിയം ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക. 1917 1-ാം ലോകമഹായുദ്ധത്തിൻ്റെ പരിണിത ഫലം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾ വീണ്ടും ശക്തി പ്രാപിക്കുന്ന സാഹചര്യം. പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു: സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധ കന്യകാമറിയം പറഞ്ഞു. 40 നന്മ നിറഞ്ഞ മറിയം വീതം റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി ചൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ പല പണ്ഡിതന്മാരും ചിരിച്ചു. ഇരുമ്പൊലൊക്കെ വിഴുങ്ങിയതിന് ചുക്ക് കഷായം വെന്തു കുടിച്ചിട്ട് എന്ത് കാര്യം? പരിശുദ്ധ കന്യകാമറിയം വിചാരിച്ചാൽ ഈ പ്രശ്നം തീരുമോ? തീരുമെന്ന് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 1989 കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളുടെ പിടിയിൽ നിന്ന് റഷ്യ മാത്രമല്ല കിഴക്കൻ യൂറോപ്പ് ഒന്നാകെ വിട്ടുപോകുന്നത് നാം മനസ്സിലാക്കുന്നു. ആ അമ്മ പറഞ്ഞത് അത്രയും നിറവേറ്റിയവളാണ്. ഈ സഭയ്ക്ക് എവിടെയെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നോ സത്യമായും ആ അമ്മ ഇടപെടും. സ്വർഗീയ സൈന്യങ്ങളോടുകൂടി വന്ന് അവൾ ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ചരിത്ര നാൾവഴികൾ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം. പലപ്പോഴും ഇന്ന് നാം മനസ്സിലാക്കുക,
സഭയിലെ ഈ ഭിന്നതകളും പ്രതിസന്ധികളും പലപ്പോഴും സഭയ്ക്കുള്ളിൽ നിന്നാണ് രൂപം കൊള്ളുന്നത് എന്നതും കൂടി നാം തിരിച്ചറിയണം. ബാഹ്യശക്തികളല്ല ഇന്ന് സഭയുടെ പ്രതിസന്ധികൾക്ക് കാരണം. സഭയുടെ ഉള്ളിൽ തന്നെ പ്രതിസന്ധികളാണ്. ക്രൈസ്തവർ തമ്മിൽ കലഹിക്കുന്നു, പള്ളികൾക്ക് വേണ്ടി കലഹിക്കുന്നു, സ്വത്തിന് വേണ്ടി കലഹിക്കുന്നു. നാം കേരളത്തിൽ കാണുന്ന സങ്കടകരമായ കാഴ്ചയാണ്. ഒരേ ചിന്തയിൽ ഒരേ ആരാധനാക്രമം അനുഷ്ഠിക്കുന്നവര് തമ്മിൽ വഴക്കുകൂടുന്നത് കാണുമ്പോൾ ഈ സ്വർഗത്തിൻ്റെ സൈന്യാധിപയുടെ ദുഃഖം എത്ര വലുതാണ് എന്ന് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ തിരിച്ചറിയണം. ഓരോ വിഭാഗങ്ങളും, റീത്തുകൾ തമ്മിൽ, രൂപതകൾ തമ്മിൽ, ഇടവകകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഈ സ്വർഗത്തിൻ്റെ അമ്മയുടെ ദുഃഖം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്നിട്ട് വ്യത്യാസങ്ങളെയും ഭിന്നതകളെയും തിരിച്ചറിയാൻ വൈകുന്നതിൻ്റെ ഫലമായി നമ്മൾ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുകയാണ്. പുതിയ വ്യാഖ്യാനങ്ങളിലൂടെ നമ്മൾ ഭിന്നതകളെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അസ്തിത്വ ചിന്തയുടെ പിതാമഹനായ കീർക്കഗാർഡിൻ്റെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്: ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത് ചുംബനം കൊണ്ടല്ല, മറിച്ച് തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഭിന്നതയ്ക്ക് വേണ്ടി പറയുന്ന സർവ വ്യാഖ്യാനങ്ങളും ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസിൻ്റെ ചുംബനത്തിന് തുല്യമാണ് എന്ന കീർക്കഗാർഡിൻ്റെ ചിന്ത നമുക്കെല്ലാവർക്കും മനസ്സിൽ സൂക്ഷിക്കാം. തുടർന്ന് അടുത്ത വാചകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതാണ് പരിശുദ്ധ കന്യകാമറിയം പറയുന്നത്. ശരിയാണ്, ദൈവമായ കർത്താവ് പരിശുദ്ധ കന്യകാമാതാവിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്തു. ദൈവം ചെയ്ത ഏറ്റവും വലിയ കാര്യം തൻ്റെ തിരുക്കുമാരനെ ഈ ഭൂമിക്ക് നൽകാൻ അമ്മയെ പ്രയോജനപ്പെടുത്തി. അത് ദൈവം തുടരുകയാണ്. പരിശുദ്ധ കന്യകാമാതാവിൻ്റെ പ്രതീകമായി ഈ ഭൂമിയിലുള്ളത് തിരുസഭയാണ്. സഭയിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, സഭയോട് എതിർക്കുന്ന പലരെയും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. സഭയോട് എതിർക്കുന്നവരെ കുറിച്ച് നമ്മൾ കലഹിക്കാൻ പോകണ്ട. അത് ആത്യന്തികമായി ദൈവരാജ്യത്തോടുള്ള എതിർപ്പാണ്. നമ്മളോട് വ്യക്തിപരമായുള്ള എതിർപ്പല്ലത്. നമുക്കെതിരായ ഒരാക്ഷേപങ്ങളും ദുരാരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുമ്പോഴും നമ്മൾ ആശ്വസിക്കുക, അത് ദൈവരാജ്യത്തോടുള്ള ഈ ലോകത്തിൻ്റെ എതിർപ്പിൻ്റെ ഭാഗമാണ്. അതിനെ ഓർത്ത് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല എന്ന് തിരിച്ചറിയും. ഇവരോടെല്ലാം കലഹിക്കാനും പോകേണ്ട കാര്യമില്ല. പണ്ടെവിടെയോ വായിച്ച ഒരു പഞ്ചതന്ത്രം കഥ ഞാൻ ഓർക്കുകയാണ്. കഥ ഇങ്ങനെയാണ്: ഒരു കുതിരയും കഴുതയും തമ്മിൽ വലിയ തർക്കം എന്തിൻ്റെ പേരിലാണെന്ന് ചോദിച്ചാൽ, കുതിര പറഞ്ഞു പുല്ലിൻ്റെ നിറം പച്ചയാണ്, കഴുത പറഞ്ഞു അല്ല, പുല്ലിൻ്റെ നിറം മഞ്ഞയാണ്. ഇതാണ് തർക്കവിഷയം. ഇവർ തമ്മിൽ തർക്കമായി കലഹം മൂത്ത് കഴിഞ്ഞപ്പോൾ പ്രശ്നവുമായി സിംഹരാജൻ്റെ മുമ്പിലെത്തി. രാജാവ് രണ്ടുപേരുടെയും വാദം കേട്ട ശേഷം കുതിരയെ 1 കൊല്ലത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. കുതിര അമ്പരന്ന് രാജാവിനോട് ചോദിച്ചു: എൻ്റെ രാജാവേ, അങ്ങ് എന്തായി കാണിക്കുന്നത്? പുല്ലിൻ്റെ നിറം പച്ചയാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞതല്ലേ സത്യം, പിന്നെ എന്തിനാണ് എന്നെ ശിക്ഷയ്ക്ക് വിധിക്കുന്നത്? ഉടനെ സിംഹം പറഞ്ഞ മറുപടി വളരെ അർത്ഥപൂർണമായൊരു മറുപടി. സിംഹം പറഞ്ഞത്രേ: എടാ കുതിരെ, നിന്നെ ഞാൻ ശിക്ഷയ്ക്ക് വിധിച്ചത് പുല്ലിൻ്റെ നിറം പച്ചയല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഈ കഴുതയോട് തർക്കിച്ചു എന്ന കാരണത്താലാണ് നിന്നെ ശിക്ഷയ്ക്ക് വിധിച്ചത്. അതായത് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഊർജം നമ്മൾ ചെലവഴിക്കേണ്ടത് നമ്മളെ എതിർക്കുന്നവരോട് മറുതലിച്ചുകൊണ്ട് നമ്മുടെ ഊർജം ചെലവഴിക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് വലിയ ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യം സുവിശേഷത്തിൻ്റെ ദൗത്യമാണ്. ആ സുവിശേഷത്തിൻ്റെ ദൗത്യം നിറവേറ്റേണ്ടവരാണ് നാം ഓരോരുത്തരും. തിരിഞ്ഞു നോക്കുക, ഈ കേരളത്തിൽ വന്ന മിഷണറിമാർ അവരോരോരുത്തരും ചെയ്തത് ഇവിടെ കലഹിക്കുന്നവരോടും എതിർക്കുന്നവരോടും വഴക്കുകൂടിക്കൊണ്ട് അവർ ജീവിതം പാഴാക്കിയവരായിരുന്നില്ല. അവർ ക്രിയാത്മകമായി പ്രവർത്തിച്ചവരായിരുന്നു എന്നതിൻ്റെ നാൾ വഴി മനസ്സിലാക്കുക. ശക്തനായവൻ
വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ സാക്ഷ്യം വഹിക്കേണ്ടവരാണ് ഓരോ ക്രിസ്ത്യാനിയും എന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചപ്പോൾ ഇവിടുത്തെ ജാതി വ്യവസ്ഥിതിയുടെ ദുരവസ്ഥ കണ്ടിട്ട് പറഞ്ഞു, കേരളം ഒരു ഭ്രാന്താലയമാണ്. മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ 1920 വന്നപ്പോൾ പറഞ്ഞു, കേരളം ഒരു തീർത്ഥാലയമാണ് എന്ന്. ഗാന്ധി പറഞ്ഞതിൻ്റെ 100-ാം വർഷമാണ്. ഈ ഭ്രാന്താലയത്തെ തീർത്ഥാലയമാക്കി മാറ്റിയത് ആരാണ്? അതിന് തുടക്കം കുറിച്ചത് ചാവറ കുര്യാക്കോസ്, ഏലിയാസ് അച്ഛൻ മുതലുള്ള ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു. പിന്നീട് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും വാഗ്ഭടാനന്ദരും അതുപോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയും ഒക്കെ വലിയ നവോത്ഥാന നായകർ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനൊക്കെ നന്ദി കുറിക്കുന്നത് ഈ ചാവറയച്ചൻ്റെ നേതൃത്വത്തിലാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ചാവറയച്ചൻ തുടങ്ങുന്നതിന് മുൻപേ ഇവിടുത്തെ മിഷണറിമാർ ഈ ഒരു സംരംഭം ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാം. 1506 കേരളത്തിൽ ആദ്യമായൊരു ആശുപത്രി തുടങ്ങുക. സാന്താക്രോസ് ദെ കൊച്ചിൻ എന്ന പേരിൽ ഒരു ആശുപത്രി പോർച്ചുഗീസ് മിഷണറിമാരാണ് ആരംഭിക്കുക. രണ്ടാമത്തെ ആശുപത്രി അവർ തുടങ്ങുന്നത് കണ്ണൂരാണ് 1508. നിങ്ങൾക്കറിയേണ്ട ഒരു അടിസ്ഥാന സത്യമുണ്ട്. ഈ കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും സമഗ്രമായ ഒരു പഠനം ഹോർത്തൂസ് മലബാറിക്കൂസ്, മലയാള ഭാഷ ആദ്യമായി അച്ചടിക്കപ്പെട്ട ഒരു ഗ്രന്ഥം കൂടിയാണ്. ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറയുന്നത് ഫാദർ മാത്യു ഓഫ് ഗോഡും അതുപോലെ തന്നെ ഡച്ച് മിഷണറിയും, ഒരു പ്രൊട്ടസ്റ്റൻ്റ് ഡച്ച് മിഷണറിയും ചേർന്ന് എഴുതിയാൻ ശ്രമിച്ചു. പക്ഷെ അവരതിനു വേണ്ടി കണ്ടെത്തിയത് ഇവിടുത്തെ നാട്ടുവൈദ്യന്മാരെയാണ്. ഇവിടുത്തെ 3 ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാരെയും അതുപോലെ ഇട്ടി അച്യുതൻ എന്ന് പറയുന്ന ഒരു താഴ്ന്ന ജാതിക്കാരനെയും ചേർത്ത് നിർത്തി ഒരു ഗ്രന്ഥം രചിച്ചു. അങ്ങനെ ഒരു ഗ്രന്ഥരചന എന്ന് പറയുന്നത് കേരളത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ജാതിയുടെ അതിർവരമ്പുകളെ ലംഘിച്ചുകൊണ്ടൊരു ഗ്രന്ഥം ഹോർത്തൂസ് മലബാറിക്കൂസ്. ഒരു ക്രിസ്തീയ മിഷനറിയുടെ വീക്ഷണം എങ്ങനെ ചരിത്രത്തിൻ്റെ നാൾവഴികളെ മാറ്റിമറിക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയാൻ ശ്രമിക്കുക. തീർന്നില്ല, തുടർന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവിടെ അടിമ വ്യവസ്ഥിതിയായിരുന്നു. തിരുവിതാംകൂറിലും കൊച്ചിയിലും അടിമകളെ കച്ചവടം ചെയ്യുന്ന വ്യവസ്ഥ. അവർക്ക് നാട്ടിലെ അറവുമാടുകളുടെ പോലും വിലയില്ലാതിരുന്ന സാഹചര്യം. 1814 ഈ അടിമ വ്യവസ്ഥിതിക്കെതിരായ ആദ്യത്തെ നീക്കങ്ങൾ നടക്കുന്നത് എങ്കിലും അടിമ വ്യവസ്ഥിതിക്കെതിരായി വലിയ മുന്നേറ്റം മിഷണറിമാർ നടത്തുന്നത് 1847 തുടർന്ന് ഈ മിഷണറിമാർ ബ്രിട്ടീഷ് ഗവർണറെ സ്വാധീനിച്ച് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജാക്കന്മാരെ കൊണ്ട് ഇവിടെ അടിമ വ്യവസ്ഥിതി നിർത്തലാക്കി. ഇവിടുത്തെ നികുതി പിരിവ് എന്ന് പറയുന്നത് കിരാതമായ നികുതി പിരിവാണ്. സമ്പന്നരായ സവർണർക്ക് നികുതിയില്ല. അതേസമയം ഇവിടുത്തെ അധസ്ഥിതർക്കാരന് നികുതിയുള്ളു. നികുതി എന്ന് പറഞ്ഞാൽ തലക്കരം, മുലക്കരം, ഏണിക്കാണം, മേനിപ്പൊന്ന് എന്നൊക്കെ പറഞ്ഞ നികുതികൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉണ്ട്. തലക്കരം എന്ന് പറഞ്ഞാൽ ഒരു അധകൃത ജാതിയിൽപ്പെട്ടവൻ ജനിച്ചു എന്ന കാരണത്താൽ അവൻ കരമടയ്ക്കണം. മുലക്കരം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മുലയൂട്ടുന്ന അമ്മമാര് പ്രത്യേകം നികുതി കൊടുക്കണം. നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരമ്മ തൻ്റെ കുഞ്ഞിന് തൻ്റെ മുലയൂട്ടുന്നതിന് രാജാവിന് നികുതി കൊടുക്കണം എന്ന് പറഞ്ഞ ലജ്ജാകരമായ നികുതി വ്യവസ്ഥിതി ഉണ്ടായിരുന്ന നാടായിരുന്നു കേരളം എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ഏണിക്കാണെന്ന് പറഞ്ഞാൽ തെങ്ങ് കയറുന്ന സഹോദരങ്ങൾ കൊടുക്കേണ്ട നികുതിയാണ്. ഇതെല്ലാം താഴ്ന്ന ജാതിക്കാരുടെ ജോലിയാണ്. മേനി പൊന്ന് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആഭരണം പാവപ്പെട്ട ഈ താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾക്ക് ആഭരണം ധരിക്കണമെങ്കിൽ അതിന് നികുതി കൊടുക്കണമായിരുന്നു. ആഭരണം മേടിക്കുമ്പോൾ കൊടുക്കുന്ന നികുതിയല്ല,
അത് കഴുത്തേ ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നികുതി കൊടുക്കണമായിരുന്നു. ഈ നികുതി വ്യവസ്ഥിതികൾക്കെതിരെ 1814 ആദ്യമായി മിഷണറിമാർ രംഗത്ത് വന്നു. അവര് ഈ നികുതി വ്യവസ്ഥിതി പിൻവലിക്കുന്നത് വരെയും ധർമ്മസമരം നടത്തി എന്നുള്ളത് നാം തിരിച്ചറിയണം. ഇവിടെ നവോത്ഥാനത്തിൻ്റെ പൈതൃകം പേറുന്ന പല സംഘടനകളും പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ കക്ഷികളുമുണ്ട്. പക്ഷേ അവരൊക്കെ കേരളത്തിൻ്റെ ചരിത്രം പിന്നോട്ട് നടന്ന് വായിക്കട്ടെ. ഇവരൊക്കെ നവോത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനും നൂറ്റാണ്ട് മുൻപേ മനുഷ്യ മഹത്വത്തിന് വേണ്ടി നിലപാട് സ്വീകരിച്ച ഒരു സംവിധാനം ഈ കേരളത്തിലുണ്ടായിരുന്നു. അതിവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സുവിശേഷ മൂല്യങ്ങളായിരുന്നു എന്നുള്ളത് ആരും മറക്കാൻ പാടില്ലാത്ത യാഥാർത്ഥ്യമാണ്. വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, 1829 ജൂലൈ 3 തിരുവിതാംകൂർ ദിവാൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ക്രിസ്ത്യാനികളായ അധകൃത സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിയിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ചവർ, അവരാരും മാറുമറയ്ക്കാൻ അവകാശമില്ലാതെ നടന്നവരാണ്. പക്ഷേ ഈ ക്രിസ്ത്യാനികളായി വന്ന ചാന്നാർ സ്ത്രീകൾ അവർ മാറുമറച്ച് നടക്കാൻ തുടങ്ങി. കാരണം മിഷണറിമാർ പറഞ്ഞു, നിങ്ങൾക്കതിന് അവകാശമുണ്ട്, ആരെയും പോലെ നിങ്ങളുടെ ശരീരത്തെ മാന്യമായി പരിരക്ഷിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഈ മാറുമറയ്ക്കൽ സമരത്തിൻ്റെ അടിസ്ഥാനമാണ് ഞാൻ പറഞ്ഞു വരിക. തിരുവിതാംകൂർ ദിവാന്റെ കൽപ്പനയിൽ പ്രത്യേകം പറയുന്നുണ്ട്, ക്രിസ്ത്യാനികളായ സ്ത്രീകൾ, അധകൃത സ്ത്രീകൾ മാറുമറയ്ക്കാൻ ധൈര്യം കാണിക്കുന്നത് തെറ്റാണ്. അവർ പണ്ട് എങ്ങനെയാണോ നടന്നിരുന്നത് അതുപോലെ തന്നെ മേലാളന്മാർക്ക് മുൻപിൽ തങ്ങളുടെ ശരീരം പ്രദർശിപ്പിച്ച് തന്നെ നടക്കണം എന്ന് മാത്രമല്ല, ഞായറാഴ്ചകളിൽ അവർ ജോലി ചെയ്യാനും നിർബന്ധിതരാണ്. അധകൃത സ്ത്രീകൾക്ക് കേവലം ഒരു തോർത്തുമുണ്ട് മാത്രം ഉടുത്ത് നടക്കാൻ, അവരുടെ ശരീരം മേലാളന്മാർക്ക് കണ്ട് ആനന്ദിക്കാനുള്ള വിഷയം മാത്രം. അങ്ങനെ ജീവിച്ചിരുന്നു എന്ന് മാത്രമല്ല, അതിനെതിരായി മിഷണറിമാർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് കൽപ്പന ഇറക്കിയ രാജ്യമായിരുന്നു തിരുവിതാംകൂർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. വള്ളത്തോൾ പറഞ്ഞതുപോലെ കേരളമെന്ന് കേട്ടാൽ അങ്ങ് ആവേശം കൊണ്ട് ചോര തുടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ കേരളത്തിൻ്റെ ചരിത്രം അത്രമേൽ മാന്യമായിരുന്നില്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. വള്ളത്തോളിൻ്റെ സുന്ദരമായ വരികൾക്ക് കേസരി ചോദിക്കുന്ന ഒരു മറുപടിയുണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്: അങ്ങനെയെങ്കിൽ ജില്ലയുടെ പേര് കേട്ട് കഴിഞ്ഞാൽ ഞാൻ കുളിര് കോരിയിടണമോ? വീട്ടുപേര് കേട്ട് കഴിഞ്ഞാൽ ഞാൻ തുള്ളിച്ചാടണമോ? സർവ മനുഷ്യരും ദൈവമക്കളാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ ആരാണിവിടെ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, എല്ലാവരും ദൈവത്തിൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവര്, എല്ലാവരും ഒരമ്മയുടെ മക്കള് എന്ന അവബോധം ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാരെ പകർന്നു നൽകിയ അവബോധമായിരുന്നു. അതാണ് ഇവിടെ 1803 ലണ്ടൻ മിഷണറിമാര് LMSകാർ പള്ളിക്കൂടം തുടങ്ങിയപ്പോൾ ആദ്യത്തെ പള്ളിക്കൂടങ്ങളൊക്കെയും സവർണർ തീ വെച്ച് നശിപ്പിച്ചു. കാരണം എന്താണ്? തീ വയ്ക്കാനുള്ള കാരണം വ്യക്തമാണ്. അവര് സവർണരുടെ പിള്ളേരുടെ കൂടെ താഴ്ന്ന ജാതിക്കാരെയും കൂടി ബെഞ്ചിലിരുത്തി പഠിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് അവരിപ്രകാരം പ്രതികരിച്ചത്. പക്ഷെ സംഭവിച്ചത് എന്താണ്? ആദ്യത്തെ പള്ളിക്കൂടങ്ങളൊക്കെയും തീ വെച്ച് നശിപ്പിച്ചപ്പോഴും മിഷണറിമാർ പറഞ്ഞു, ഞങ്ങൾ പള്ളിക്കൂടം നടത്തുന്നുണ്ട് എങ്കിൽ അത് ഇന്നാട്ടിലെ സകല മനുഷ്യർക്കും വേണ്ടിയായിരിക്കും. അവര് ഒരേ ബെഞ്ചിൽ ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും നിരത്തിയിരുത്തി അക്ഷരം പഠിപ്പിച്ചപ്പോഴാണ് ഈ കേരളത്തിൻ്റെ നവോത്ഥാനം ആരംഭിച്ചത് എന്ന് പ്രിയപ്പെട്ട പൊതുജനമേ നിങ്ങൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്. നവോത്ഥാനത്തിൻ്റെ പൈതൃകം ഞങ്ങൾ പ്രത്യേകിച്ച് അവകാശപ്പെടാൻ വരുന്നില്ല. പക്ഷേ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ നാൾ വഴിയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ ഈ നവോത്ഥാനം എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കുക വളരെ ലളിതമായിരിക്കും. വീണ്ടും കാർഷിക മേഖലയിൽ വലിയ
മുന്നേറ്റങ്ങൾ ഈ മിഷണറിമാരുടെ തന്നെ നേതൃത്വത്തിലാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാവുന്നത്. നമ്മുടെ നാണ്യവിളകളായ കശുവണ്ടി, റബ്ബർ, ഇതൊക്കെ മിഷണറിമാരാണ് ഈ നാട്ടിൽ കൊണ്ടുവന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കപ്പ, പേരയ്ക്ക, പപ്പായ തുടങ്ങിയ വിഭവങ്ങൾ ഈ നാട്ടിലെത്തിച്ചത് ഈ മിഷണറിമാരാണ്. തേയില, കാപ്പി തുടങ്ങിയവയൊക്കെയും ഇവിടെ കൊണ്ടുവന്നത് ആരാണ് എന്ന് ചരിത്രം പരിശോധിക്കുക. ഇന്ത്യയിലേക്കുള്ള അരിവരവ് നിന്നുപോയപ്പോൾ, നാട്ടിൽ ഒരു മണി അരി പോലും കിട്ടാനില്ലാതായപ്പോൾ വേമ്പനാട്ട് കായലിൽ കൃഷിപ്പാടങ്ങൾ ഉണ്ടാക്കാമെന്ന് ധീരമായ നേതൃത്വം വഹിച്ച ജോസഫ് മുരിക്കനെ പോലെയുള്ള വലിയ ക്രാന്തദർശികളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കാർഷിക മേഖലയിൽ ക്രൈസ്തവർ നൽകിയ സംഭാവനകൾ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ദൈവം സഭയിലൂടെ വലിയ കാര്യങ്ങൾ ഓരോ ദേശത്തും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാകാത്തതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ തിരിച്ചറിയാഞ്ഞിട്ടാണ്. ആന ഇടഞ്ഞാൽ അത് ആദ്യം കുത്തിക്കൊല്ലുന്നത് പാപ്പാനെയാണ്. അതൊരു സാമാന്യ തത്വം. അതുകൊണ്ട് തന്നെ സഭയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഉടനെ വിശ്വാസികൾ കലഹിക്കും. മെത്രാനെതിരായി, അച്ഛനെതിരായി, പള്ളിക്കെതിരായി അത് കലാപമാക്കി മാറ്റിയെടുക്കും. അത് അവിവേകമാണ്. മറിച്ച് നമ്മളെ നമ്മളാക്കി തീർക്കാൻ വേണ്ടി അത്യധ്വാനം ചെയ്ത, സഭയിലൂടെ വൻകാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തെ നമ്മൾ മറക്കരുത്. സഭയിൽ കുറവുകളുണ്ട്, ഇല്ല എന്നല്ല. മെത്രാന്മാരിൽ കുറവുകളുണ്ട്, വൈദികരിൽ കുറവുകളുണ്ട്. ഈ കുറവുകളെ പരിഹരിക്കാൻ പ്രിയപ്പെട്ടവരെ നാം ഒരുമിച്ച് നിൽക്കുക, പരസ്പരം തിരുത്തുക. പരിശുദ്ധ അമ്മയുടെ മക്കളാണ് നമ്മൾ എന്നുള്ളതിൽ അഭിമാനിക്കാൻ ദൈവം നമുക്കിടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നാം കേട്ട വിചിന്തനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ സൈന്യാധിപയായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് മാതാവും മാതൃകയും സംരക്ഷകയുമായി നൽകിയ പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ സ്വന്തം അമ്മയെ ഞങ്ങൾക്കെല്ലാവർക്കും അമ്മയായി തന്ന ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അത്യുന്നതൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവേ, പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈശോ മിശിഹായെ രൂപപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിൽ എന്നതുപോലെ ഈശോ മിശിഹായെ രൂപപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം ഞങ്ങളോടൊത്ത് വസിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ ലോകത്തിലെ എല്ലാ സക്രാരികളിലുമായി എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയ്ക്ക് മുമ്പിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്ന 4 പാഠങ്ങളാണ് നാം ധ്യാന വിഷയമാക്കിയത്. ഒന്നാമതായി നാം ധ്യാനിച്ചു വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന്. പരിശുദ്ധ കന്യകാമറിയം അനുഗ്രഹീതയും ഭാഗ്യവതിയുമാണ്. കാരണം അവൾ വിശ്വസിച്ചവളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യങ്ങൾ നമ്മെ കൈവിട്ടു പോകുന്നതിൻ്റെ കാരണം അമ്മയെപ്പോലെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നതല്ലേ എന്ന് ആത്മശോധന ചെയ്യുക. കാരണം വിശ്വസിക്കുന്നതാണ് ഭാഗ്യം. വിശ്വാസം നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് ഈ അമ്മ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. നമുക്ക് വിശ്വാസം എത്രമാത്രം ആഴത്തിലുണ്ട്, ആത്മാർത്ഥമായിട്ടുണ്ട് എന്ന് ആത്മശോധന ചെയ്യാം. പരിശുദ്ധ കന്യകാമറിയം വിശ്വാസത്തിൻ്റെ 3 നിർവചനങ്ങൾ തൻ്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ചു. ഒന്നാമതായി അമ്മ പറഞ്ഞു തരുന്നത്, ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എത്ര ഭയാനകമാകട്ടെ,
എത്രമേൽ അപരിഹാര്യമെന്ന് നാം വിചാരിക്കുന്ന വിഷയങ്ങളാകട്ടെ, അവയ്ക്ക് പരിഹാരം കണ്ടെത്തിത്തരാൻ ദൈവമായ കർത്താവിന് കഴിയും. 90 കഴിഞ്ഞ് ഊഷരമായി തീർന്ന സാറായുടെ ഉദരത്തില് കുഞ്ഞിനെ ജനിപ്പിക്കുവാൻ കഴിവുള്ള ദൈവത്തെക്കുറിച്ച് ദൂതന്മാർ അബ്രാഹത്തോട് പറഞ്ഞു, ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. പുരുഷനെ അറിയാത്തവളിൽ എങ്ങനെ കുഞ്ഞ് ജനിക്കും എന്നതിന് മാലാഖ കൊടുത്ത ഉത്തരം പരിശുദ്ധ മറിയം അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചു. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. നമ്മുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥമാക്കുന്ന ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ട് എങ്കിൽ അവയെ ഒരു നിമിഷം മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഹൃദയത്തിൽ ഉറപ്പിച്ച് പറയുക, എൻ്റെ ഈശോയ്ക്ക് അസാധ്യമായ ഒരു വിഷയവുമില്ല. പ്രശ്നം എത്ര വലുതായിക്കോട്ടെ, എത്ര സങ്കീർണമായിക്കോട്ടെ, എത്രമേൽ ഭീകരമായിക്കോട്ടെ, എൻ്റെ കടബാധ്യതകൾ എത്ര വലുതായിക്കോട്ടെ, എൻ്റെ പറമ്പും വീടും വിറ്റാൽ പോലും തീരാത്ത കടബാധ്യതയായിരിക്കാം എനിക്കുള്ളത്, അല്ലെങ്കിൽ എൻ്റെ രോഗങ്ങൾ എത്ര പഴകിയതായിക്കോട്ടെ, ദൈവത്തിന് യാതൊന്നും അസാധ്യമായിട്ടില്ല എന്ന ബോധ്യം ഹൃദയത്തിൽ നിറയാനായി തീഷ്ണതയോടെ, ആത്മാർത്ഥതയോടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ നിറയട്ടെ ആ ഒരു വലിയ വിചാരം, ആ ഒരു വലിയ വികാരം. അത് മറ്റൊന്നുമല്ല, ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല എന്നുള്ള ബോധ്യമാണ്. വീണ്ടും പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ദൈവം നമ്മോട് കൂടെയുണ്ട്. അമ്മയെപ്പോലെ അത് അനുഭവിച്ചറിഞ്ഞവർ ഈ ഭൂമിയിൽ ആരുമില്ല. തിരുക്കുമാരനെ ഉദരത്തിൽ സംവഹിച്ചവൾ 9 മാസം ആ തിരുക്കുമാരനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ ഈശോയ്ക്ക് സ്തന്യം നൽകിയവളാണ്. പരിശുദ്ധ അമ്മേ, നിന്നെപ്പോലെ മറ്റാർക്കാണ് ആ ബോധ്യമുള്ളത്? ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യം. ദൈവമേ, ആ ബോധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. പലപ്പോഴും ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി, ആരും ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല. ഞങ്ങളുടെ സങ്കടങ്ങളുടെ വഴികളിൽ ഞങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ള ആവലാതി ഞങ്ങൾക്കുണ്ട്. മാതാപിതാക്കൾ ഞങ്ങളെ സ്നേഹിച്ചില്ല, പരിഗണിച്ചില്ല. ഞങ്ങളുടെ മേലധികാരികൾ ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല. ഞങ്ങളുടെ വികാരിയച്ഛനും അജപാലകരും ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല. ആരും ഞങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന ദുഃഖവുമായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ തരുന്ന ആശ്വാസമാണ്, ഭയപ്പെടേണ്ട, ദൈവം നിന്റെ കൂടെയുണ്ട്. വേറെ ആര് കൂടെയുള്ളതിനേക്കാളും എത്രയോ വലിയ സൗഭാഗ്യമാണ് ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യം. പ്രിയപ്പെട്ടവരെ, ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യം. നമ്മൾ ജീവിതത്തിൽ ഭയപ്പെടുന്ന, നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആശങ്കപ്പെടുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഓർക്കുക, ദൈവമായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന സത്യം മനസ്സിലാക്കുക. ദൈവം കൂടെയുള്ളവൻ മറ്റെന്തിനെയാണ് ഭയപ്പെടേണ്ടത്? പരിശുദ്ധ കുർബാന എന്നത് ദൈവം നിത്യവും നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ഓരോ ഗ്രാമത്തിലും ദൈവം കൂടെയുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക. പലപ്പോഴും നമുക്ക് വിശ്വാസം വരുന്നില്ല ദൈവം കൂടെയുണ്ട് എന്ന ഈ സത്യത്തിൻ്റെ അർത്ഥവും ആഴവും. ദൈവം ആകാശമേലാപ്പുകൾക്കപ്പുറത്ത് വാനവിധാനങ്ങളിൽ സ്വർഗത്തിലല്ല വസിക്കുന്നത്, നമ്മോടൊത്ത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മുന്നിലും പിന്നിലും മുകളിലും ഇരുവശങ്ങളിലും ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ഒരു മുടിനാരിഴ പൊഴിയുന്നത് പോലും അവിടുന്ന് അറിയുന്നു. നമ്മുടെ ഹൃദയ വിചാരങ്ങൾ പോലും അവിടുന്ന് തിരിച്ചറിയുന്നു. സദാ ദൈവത്തോട് കൂടിയായിരിക്കുന്ന അവബോധത്തിൻ്റെ പേരാണ് വിശ്വാസം എന്ന് പരിശുദ്ധ കന്യകാമറിയം പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. വീണ്ടും അമ്മ പറഞ്ഞു തരുന്നുണ്ട്, വിശ്വാസം എന്നത് കാത്തിരിക്കാനുള്ള കഴിവാണ്. ഈ ലോകം ഇപ്പോൾ തന്നെ മറുപടി കിട്ടണം,
ഇപ്പോൾ കിട്ടാത്ത മറുപടി അർത്ഥമില്ലാത്തതാണ്, കാത്തിരിക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നവരാണ്. ഇപ്പോൾ സന്തോഷം കിട്ടണം, അതിനുവേണ്ടി മയക്കുമരുന്നാണ് എങ്കിൽ അത് ഉപയോഗിക്കാൻ വ്യഗ്രതപ്പെടുന്നു. ഇപ്പോൾ ആനന്ദം കിട്ടണം, അതിനുവേണ്ടി മദ്യമാണ് വേണ്ടതെങ്കിൽ അതിനുവേണ്ടി വ്യഗ്രതപ്പെടുന്നു. ദൈവമേ, കാത്തിരിക്കാൻ അവിടുന്ന് ആവശ്യപ്പെടുന്നുണ്ട്. യുവജനങ്ങളോട് അവിടുന്ന് ആവശ്യപ്പെടുന്നു, വിവാഹമെന്ന പരിശുദ്ധ കൂദാശ സ്വീകരിക്കുന്നത് വരെയും തെറ്റായ ബന്ധങ്ങളിലേക്ക് വഴുതി പോകരുത് എന്നാവശ്യപ്പെടുന്നു. പക്ഷേ പല യുവജനങ്ങളും കാത്തിരിക്കാൻ മനസ്സില്ലാത്തവരായി ഈ ലോകത്തിൻ്റെ നിമിഷ സന്തോഷങ്ങളെ തേടാൻ വ്യഗ്രതപ്പെടുന്നവരാകുന്നു. വിശ്വാസമെന്നത് കാത്തിരിക്കാനുള്ള കഴിവാണ്. കർത്താവെ, വിശ്വാസത്തിൻ്റെ 3 മേഖലകളും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ ഞങ്ങളിൽ തിരുത്തേണ്ട മേഖലകളുണ്ട്, ഞങ്ങൾ തിരിച്ചറിയേണ്ട മേഖലകളുണ്ട് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് പരിഹരിക്കണമേ. പരിശുദ്ധ കന്യകാമറിയമേ, അമ്മ ഞങ്ങളെ പഠിപ്പിക്കുന്ന വലിയ പാഠം ദൈവത്തിൽ സന്തോഷിക്കുക എന്നുള്ളത്. നാളിതുവരെയും ഞങ്ങൾ സന്തോഷം തേടി ഓടിയത് പാപത്തിൻ്റെ വഴികളിലാണ്. അവയൊക്കെയും ഞങ്ങളുടെ ജീവിതത്തെ സങ്കടപ്പെടുത്തുകയും ഭാരപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്തതേ ഉള്ളൂ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അമ്മേ, നീ കാണിച്ചു തരുന്ന ആ വഴി ദൈവത്തിൽ സന്തോഷിക്കാൻ, തിരുമുഖത്തേക്ക് നോക്കിയിരിക്കുന്നതിൻ്റെ ആനന്ദം ഗ്രഹിക്കുവാൻ, അവിടുത്തെ തിരുവചനം വായിച്ച് ധ്യാനിക്കുന്നതിൻ്റെ സന്തോഷം ഗ്രഹിക്കുവാൻ, ദൈവത്തോടൊത്തായിരിക്കുന്നതിൻ്റെ ഭാഗ്യം അനുഭവിക്കുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സഭയോട് ചേർന്ന് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. തിരുസഭയാകുന്ന ഈ വലിയ കൂട്ടായ്മയെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഈശോ കുരിശിൽ വെച്ച് പരിശുദ്ധ അമ്മയെ ഭരമേൽപ്പിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ഇടയിൽ ഭിന്നതകളുണ്ട്. ഭൗതിക കാര്യങ്ങളെപ്രതി ഞങ്ങൾ തർക്കിക്കുകയും വഴക്കുകൂടുകയും ചെയ്യുന്നു. ആത്മീയ യാഥാർത്ഥ്യങ്ങളുടെ പേരിൽ പോലും ഞങ്ങൾ കലഹിക്കുന്നവരാണ്. പരസ്പരം അംഗീകരിക്കാൻ മടിയുള്ളവരായി അമ്മയുടെ മക്കളായി ഞങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. സഭ എപ്പോഴെല്ലാം പ്രതിസന്ധികളെ നേരിട്ടോ അപ്പോഴെല്ലാം അമ്മ സ്വർഗീയ സൈന്യങ്ങളോടുകൂടി വന്ന് സഭയെ നേർവഴിക്ക് നയിച്ചു. ശത്രുക്കളുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് തിരുസഭയെ സംരക്ഷിച്ചു. പരിശുദ്ധ അമ്മേ, സമാനമായ ഇടപെടലിൻ്റെ സമയമാണിത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. സഭ വഴിയറിയാതെ ഉഴലുന്ന പ്രതിസന്ധികളിൽപ്പെട്ട് മുന്നോട്ട് നീങ്ങാനാവാതെ സങ്കടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അമ്മേ, സ്വർഗീയ സൈന്യങ്ങളോടൊത്ത് അമ്മ ഒരിക്കൽ കൂടി ഇറങ്ങി വരേണമേ. സഭയ്ക്ക് നേർവഴി കാണിച്ചു കൊടുക്കണമേ. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരിലൂടെ അവിടുന്ന് വർഷിച്ച നന്മയുടെ വലിയ ചരിത്രം ഞങ്ങളിലൂടെ തുടരുവാൻ പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എല്ലാ തലമുറകളിലുമുള്ള ക്രിസ്ത്യാനികളോട് ചേർന്ന് പരിശുദ്ധ അമ്മേ, നിന്റെ അവദാനങ്ങൾ കീർത്തിക്കുവാനും നിന്റെ മക്കളാണ് എന്ന് അറിയപ്പെടുന്നതിൽ അഭിമാനിക്കുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജ്വലിക്കും. നമ്മൾ ജയിക്കും,